തകർപ്പൻ എപ്പിസോഡ് നമ്മൾ ഇതാ ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. നമ്മുടെ കാര്യക്കാരെ ആദ്യം തന്നെ സ്വാഗതം ചെയ്യാം. നസീറിക്ക, പ്രസദേട്ട, ബിജുകട്ടൻ ചേട്ടാ, സ്വാഗതം. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വരുടെ വേദിയിൽ ഇനി ഒരു വെറൈറ്റി ഐറ്റം ആയിട്ട് എത്തുകയാണ്. സെൽവരാജ് ചേട്ടൻ, മനു കുമാരി ചേട്ടൻ ആൻഡ് ശ്യാം ചേട്ടൻ. ഈ കാണുന്നതാണ് എന്റെ മുതലാളിയുടെ ബംഗ്ലാവ്. മുതലാളി എന്ന് പറഞ്ഞ ഇതുപോലെ കുതിരക്കമ്പം പിടിച്ച വേറൊരാളില്ല. സത്യം പറയാലോ, ഞാനിവിടെ മുതലാളിയുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. യഥാർത്ഥത്തിൽ ഞാനൊരു CA കാരനാണ്. പക്ഷെ CA കാരനെ എന്റെ ജോലി എന്താണെന്നറിയാമോ? ഈ കുതിര വന്നതിന് ശേഷം കൂട്ടക്കുടിയാണ് മുതലാളി തുടങ്ങിയിരിക്കുന്നത്. ഈ മുതലാളിക്ക് ബിവറേജിൽ പോയി കുപ്പി എടുത്ത് കൊടുക്കുന്നതാണ് ഇപ്പൊ ഈ CA കാരന്റെ ജോലി. സത്യം പറഞ്ഞ കമ്പ്യൂട്ടർ കൈകൊണ്ട് വിട്ടിട്ട് എത്ര നാളെന്നറിയാമോ? ആ മൗസ് ഇട്ട് തിരിക്കട്ടെ, ഞാനിപ്പോ മീതലിട്ട് തിരിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എന്റെ മുതലാളി ഈ കുതിരക്കമ്പം എല്ലാം കയറി ഇവിടെ കുതിരയെ നേരത്തെ ഒരാൾ നോക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു. കുതിരയെ ഓടിക്കാൻ നിന്ന ആൾ, ആ ആള് മുതലാളിയുടെ ഭാര്യയെ കൊണ്ടൊക്കെ പോയി. എന്നിട്ടും മുതലാളിയുടെ കുതിരക്കമ്പം തീർന്നിട്ടില്ല. എന്തോ ഭ്രാന്താണ് ദൈവമേ, എന്തോ ഭ്രാന്ത്. നമസ്കാരം മുതലാളി. എന്തുണ്ട് മാറ്റർ പറഞ്ഞ് ഞെട്ടിച്ചാ? മുതലാളി, ഞാനൊരു CA കാരനാണ് മുതലാളി. അത് മുതലാളി ഒന്നും മനസ്സിലാക്കണം. സ്കൂളിൽ പഠിച്ചോണ്ടിരുന്ന സമയത്ത് സാർ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എഴുന്നേറ്റിരിക്കുന്നത് ഞാനായിരുന്നു. അറിഞ്ഞോടെന്ന് പറയാനായിരിക്കുമല്ലേ? അതോ മൂടോ? അല്ല, പിന്നെ എന്റെ മുതലാളി, ഞാൻ അത്രയും പഠിച്ച ഒരാളല്ലേ മുതലാളി. അപ്പൊ എന്നെ കൊണ്ട് ഈ ബിവറേജിലൊക്കെ പോവാന്ന് പറഞ്ഞത് എന്തൊരു കഷ്ടമുള്ള കാര്യമാണെന്ന്. ജോണിക്കിപ്പോ എന്താണെന്ന് പറയുന്നത്? എനിക്കിപ്പോ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയാണല്ലോ ഈ കുതിരയോട്ട മത്സരം നടക്കുന്നത്. അന്ന് എനിക്ക് ലീവ് വേണം. എവിടെ പോകുന്നു? എന്റെ അനിയത്തിയുടെ കല്യാണം. കഴിഞ്ഞ ആഴ്ച അല്ലായിരുന്നോ ജോണിയുടെ അനിയത്തിയുടെ കല്യാണം? അതെന്റെ അച്ഛന്റെ ആദ്യത്തെ കെട്ടിലുള്ളത്. ഇത് രണ്ടാമത്തെ കെട്ടിലുള്ള. അച്ഛൻ എത്ര കെട്ടിട്ടുണ്ട്? 6. അച്ഛൻ എന്തോ ജോലി? അച്ഛൻ ഈ റംബൂട്ടാന് വലയിടുന്ന പരിപാടിയാണ്. ഇത് റംബൂട്ടാൻ എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ വളർന്ന് വന്നിച്ച് കിടക്കുവാണല്ലോ. ഈ വലയിട്ട് ക്ഷീണിച്ച് ഒരുപാട് സ്ഥലത്ത് കറങ്ങുന്നതല്ലേ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ ജോണി? അച്ഛനെ വലയിട്ട് പിടിച്ച് എവിടെയെങ്കിലും ഇരുത്തണം. അല്ല, അത് സംഭവം ശരിയാണ്. സംഭവം എന്ന് പറഞ്ഞാലേ എന്റെ കയ്യിലൊന്നുമില്ല മുതലാളി. കയ്യിലൊന്നും ഇല്ലെങ്കിലും തലയിൽ ഇഷ്ടം പോലെ പേനുണ്ടോന്ന് തോന്നുന്നു. അതല്ല മുതലാളി, പതപ്പിച്ചടിച്ച് കുളിക്കണം കേട്ടോ, മാറും. അതല്ല മുതലാളി, എനിക്ക് സത്യം പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് പൈസ വേണം മുതലാളി. പൈസ? എനിക്ക് 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപ? ജോണി എന്താ സംസാരിക്കുന്നത്? ഭാഗ്യക്കുറിയുടെ വണ്ടി പോകുമ്പോഴാണ് ഞാൻ ഈ 1 ലക്ഷം ലക്ഷക്കണക്കിന് സൗണ്ട് കേൾക്കുന്നത്. അല്ലാതെ 200 ലക്ഷം കണ്ടിട്ടില്ല. എന്തിനാ അത് എന്റെ അടുത്ത് നോക്കേണ്ട കാര്യം? 1 ലക്ഷം രൂപ തരത്തില്ല. ഇല്ല ജോണി. പക്ഷെ വേറെ കാര്യമുണ്ട്. എന്താ? എന്റെ ഭാര്യയുടെ അനിയത്തി മുതലാളി തിരക്കി. എന്നെ തിരക്കി? എന്താ വിശേഷം? അതായത് മുതലാളി നല്ല മനസ്സുള്ള ഒരാളാണ്. പിന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ചാറ്റിയുണ്ടല്ലോ. ഈ കരുണാമയനും കാരുണ്യവർദ്ധനുമായ മുതലാളിയെ ഒന്ന് കാണണം. ഒരു ദിവസം കൂടരുത്. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ കണ്ടേക്കാം. നാളെ പറ്റത്തില്ല. നാളെ വെള്ളിയാഴ്ച പറ്റത്തില്ല. എന്നാ മറ്റന്നാ ശനിയാഴ്ച കുഴപ്പമില്ല. പക്ഷേ ക്ലാസ് ഉണ്ട്. ക്ലാസ് ഉണ്ട്. എന്തിനാ പഠിക്കുന്നത്? 3ാം ക്ലാസ്സിൽ. 3ാം ക്ലാസ്? അങ്ങോട്ട് പോകുമ്പോ അവിടെ ഒരു പ്ലീറ്റ എന്ന് പറഞ്ഞൊരു എന്റർപ്രൈസസ് ഉണ്ട്, കടയുണ്ട്. അവിടെ നിന്ന് ഒരു 14 TV അടിച്ചോണ്ട് വീട്ടിൽ പോകണം. എന്നിട്ട് കൊച്ചു TV വെച്ച് കൊടുക്കണം കൊച്ചിന്. എന്നെ കാണാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു എന്താ കാണേണ്ട കാര്യം എന്തോ? അതിന്റെ ആവശ്യം എന്തോ? അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ മുതലാളിക്ക് ഞാൻ പറഞ്ഞാണ് കുറ്റം. മുതലാളിയുടെ പേരെന്തുവാ? എന്റെ പേര് സാംസൺ തരകൻ. ഇവിടെ പറയുന്നത് എന്തോന്നറിയാമോ? മുതലാളി കുതിരക്കണ്ണാപ്പിയാണെന്നാണ്. കുതിരക്കണ്ണാപ്പി? അവനെ എന്റെ കൈ കിട്ടിയ പ്ലിക്കോന്ന് പിടിച്ച് തിരിച്ചിട്ട് പ്ലക്കോന്ന് ഇടിക്കും ഞാൻ. അതെങ്ങനെയാണ് മുതലാളി ഒരാൾ പ്ലിക്കോന്ന് തിരിച്ച് പ്ലക്കോന്ന് ഇടിക്കുന്നത്? നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എന്നാ പ്ലക്കോന്ന് പിടിച്ച് തിരിച്ചിട്ട് പ്ലിക്കോന്ന് ഇടിക്കാം. മുതലാളി പ്ലക്കോ എന്ത് വേണമെങ്കിലും ചെയ്യും. ഞാൻ എന്തോ ചെയ്യാനാണ്? ആരാ പറഞ്ഞ എന്നെ കുതിരക്കണ്ണാപ്പി? ആരാ വിളിച്ച? മുതലാളി ഒളിച്ചോടിപ്പോയ ഭാര്യ. ചിലപ്പോഴൊക്കെ കണ്ണാടിയിൽ നോക്കുമ്പോ എനിക്ക് തന്നെ തോന്നാറുണ്ട് ഞാനൊരു കുതിരക്കണ്ണാപ്പിയാണെന്ന്. അങ്ങനെ തന്നെ പറയണം മുതലാളി. ഞാനൊരു കാര്യം പറയട്ടെ. ഒന്നാമത് ആ കുതിര അവിടെ വെറുതെ നിൽക്കുക. ആ കുതിരയെ എനിക്ക് തന്നുകൂടുവാണെന്നുണ്ടെങ്കിൽ ആ കുതിരയും കൊണ്ട് ഞാൻ ബീച്ചിൽ പോയി കറങ്ങും. നിൽക്കുന്നതേ കുതിരപ്പന്തയത്തെ മത്സരിക്കേണ്ട കുതിരയാണ്, അല്ലാതെ ഇവിടുത്തെ വേലക്കാരി സാപത്തിരില്ല നിനക്ക് ബീച്ചിൽ കൊണ്ടുപോയി കറങ്ങാൻ. പിന്നെ ഈ കുതിര വെറുതെ നിൽക്കുമല്ലോ. ഇതിനെ കൊണ്ട് ഞാൻ അങ്ങ് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിയുന്നിടത്ത് ആൾക്കാരെ മുതുകത്തേറ്റ് നടക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 5000 രൂപയെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. 5000 രൂപ? അങ്ങനല്ല, കോടികൾ മത്സരത്തിൽ പങ്കെടുക്കേണ്ട കുതിരപ്പന്തയത്തിൽ പങ്കെടുക്കേണ്ട കുതിരയാണ് അതിനെ കൊണ്ട് ബീച്ചിൽ കറങ്ങാൻ പോകുന്നത്. പറയട്ടെ, ഈ കുതിര ഓടിക്കാൻ ഒരാളെ കിട്ടിയിട്ടുണ്ടോ? ആളെ കിട്ടിയിട്ടില്ലല്ലോ. ആളെ നീയല്ലേ കൊണ്ടുവരാന്ന് പറഞ്ഞ? ആളെ കൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. മുതലാളിക്ക് വിഷമാവില്ലെന്നുണ്ടെങ്കിൽ
ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഈ കുതിര ഓടിക്കാം. എന്റെ മനസ്സിലൊരു കുതിരക്കാരെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അതിനടുത്ത് ഇടയ്ക്ക് വിഴിഞ്ഞ കുതിരക്കാരൻ്റെ അടുത്ത് വയറ്റി കിടന്ന് ഉറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. എന്റെ മോനാണ്, ഞാൻ അതാണ് പറഞ്ഞത്. പിന്നെ എനിക്ക് കുതിരക്കാരനുണ്ടെന്നാ പറഞ്ഞു. എനിക്ക് കുതിര ഓടിക്കണം. അതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ? പിന്നെ എന്തുണ്ട്? എനിക്ക് സൈക്കിൾ ബാലൻസ് ഉണ്ട്. വൈകുന്നേരം ഒരു ചാത്തന്റെ സാധനം എടുത്തേ കേട്ടോ. എന്തിനാ? ഈ സൈക്കിൾ ബാലൻസ് ക്ലിയർ ചെയ്ത് വിടാനാ. ഞാൻ ഒരു കാര്യം പറട്ടെ, അപ്പൊ ആളെ വേണമെന്നല്ലേ പറഞ്ഞു. അതെ, ഒരാളെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആരാണ്? പക്ഷെ വേറൊരു കാര്യം, ആളെ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം എന്നെ തെറി വിളിക്കാനായിട്ട് നിൽക്കരുത്. ആരാണെന്ന് പറയൂ. വേറെ ആരുമല്ല. ആരാ? ബ്രിട്ടോ. ബ്രിട്ടോയാ? ആ, ബ്രിട്ടോളാ ഇപ്പം. ബ്രിട്ടോയാ കുതിര പണിക്കാരനായിട്ട് ഇവിടെ വന്നിട്ട് എന്റെ ഭാര്യയെ കൊണ്ട് ഒളിച്ചോടി അവനാ ഇവിടെ വീണ്ടും വരുന്നത്. വിട്ടോളം ജോണി ഇവിടുന്ന്. മുതലാളി അങ്ങനെ പറയരുത്. ഞാൻ ഇവിടെ തപ്പാനായിട്ടൊരു സ്ഥലമില്ല. ഞായറാഴ്ച മത്സരമാണ്. 1 കോടി രൂപയാണ് ഒന്നാം സമ്മാനമായിട്ട് കിട്ടാൻ പോണത്. എന്നാലും അവനെയൊക്കെ പിടിച്ച് വീണ്ടും കൊണ്ടുവരികയെന്ന് പറഞ്ഞാ മുതലാളി, അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മുടെ കുതിര എന്ന് പറഞ്ഞാൽ ആർക്കും മെരുങ്ങാത്ത കുതിരയാണ്. ഈ ബ്രിട്ടോ വന്നാൽ മാത്രമേ ആ കുതിര മെരുങ്ങൂ. അത് മുതലാളി മനസ്സിലാക്കണം. എന്നാ ഓക്കെ, ബ്രിട്ടോ വന്നാ ബാക്കി കാര്യങ്ങളെല്ലാം നീ ചെയ്തേക്കണം. എന്നെ വിളിക്കരുത് ഒരു കാര്യത്തിന്. മുതലാളി അവരെ അത്രയ്ക്ക് ഇഷ്ടമല്ല. പേടിക്കണ്ടെന്ന് ഞാൻ ഏറ്റവും മുതലാളി. ഞാൻ നോക്കിക്കോളാം. ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര. എന്തിനാ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു? കുതിരക്കാരനല്ലേ, ഡ്രസ്സിൽ മനസ്സിലായില്ലെങ്കിൽ ഡയലോഗിൽ മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അത് എനിക്ക് ഈ സോ ഇഷ്ടപ്പെടുന്നു. ഇങ്ങനെ ചൊറിയുന്ന വർത്താനം എന്നെ പറയുന്ന കാര്യം തരും. ഞാൻ എന്തൊരു തെറ്റിയത് എന്തോന്നാ? നിങ്ങളുടെ കയ്യിൽ 2 തേങ്ങയുണ്ട്. അതിൽ നിന്ന് ഒരു തേങ്ങ ഞാൻ എടുത്തോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ചമ്മന്തി ഇരയ്ക്ക് ഒരു തേങ്ങ എടുത്തോണ്ട് പോകണമെങ്കിൽ പോട്ടെ. എനിക്ക് എന്റെ കയ്യിൽ ഒരു തേങ്ങ ഇരിപ്പുണ്ടല്ലോ, എനിക്ക് ചമ്മന്തി ഇരയ്ക്കായി. എന്തോ കഷ്ടമാന്ന് പറ മുതലാളി. ഞാൻ പറഞ്ഞ അവന് മനസ്സിലായില്ല. എന്റെ കയ്യിൽ 2 ആപ്പിളുണ്ട്. അതിലൊരു ആപ്പിൾ മുതലാളി എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ജോണി, നിനക്ക് മേജിക് അറിയാവോ? അവിടെ പറഞ്ഞിട്ട് കേറാത്ത തേങ്ങ ആപ്പിളാക്കി എന്റെ കൊടുക്കുന്ന ഞാൻ എന്ത് ചെയ്യാൻ ജോണി? ഞാൻ അങ്ങനെ എന്തിനാണ് അത് എന്റെ കൊടുത്തേണ്ട കാര്യം? അതെ ജോണി സാറേ, കാര്യം ചോദിച്ചു, ഈ ട്രോഫി എന്തിനു കിട്ടിയത്? ഓ, ഇവിടെ പണിക്ക് നിന്നിട്ട് ഈ ബംഗ്ലാവിനകത്തോട്ട് ഇതുവരെ കയറിയിട്ടില്ല. പുറംപടിയായിരുന്നില്ല. അതുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചത്. ഇത് 2018 മുതലാളിയുടെ കുതിര ഓടി നേടിയതാണ്. ജോണി, അതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. 2017 സോറി മുതലാളി. അതാ ഇപ്പുറത്തിരിക്കുന്ന ട്രോഫി എന്തിനു കിട്ടിയതാ? അപ്പുറത്തിരിക്കുന്ന ട്രോഫി 2019 മുതലാളിയുടെ കുതിര ഓടി നേടിയതാണ്. ജോണി, അതിലും ഒരു മിസ്റ്റേക്ക് ഉണ്ട്. 2018. സോറി മുതലാളി, സോറി, എന്നോട് ക്ഷമിക്കണം. അപ്പൊ ഈ വലിയ ട്രോഫി എന്തിനു കിട്ടിയതാ? വലിയ ട്രോഫി 2024 മുതലാളിയുടെ കുതിര ഓടിയിട്ട് കിട്ടിയില്ല. അങ്ങനെ മുതലാളി കമ്മറ്റിക്കാരുടെ കാല് പിടിച്ചു. എന്നിട്ട് കൊടുക്കാഞ്ഞിട്ട് ഈ കഴുപ്പണം കെട്ട മുതലാളി അവിടുന്ന് എടുത്തോണ്ട് ഓടിക്കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് വെച്ച ട്രോഫിയാണ് ഇത്. അല്ല, ഞാൻ അങ്ങനെ മോശമായി പോയിട്ടാ. ഈ ട്രോഫിയൊക്കെ മോട്ടിച്ചോണ്ട് മുതലാളിയില്ലേ? എന്ത് മോശം? ഇയാൾക്ക് നാണക്കല്ല ആൾക്കാർ മോട്ടിച്ചെടുത്തോണ്ട് പോയാ. എടാ, ഞാനൊരു ട്രോഫി അല്ലേ എടുത്തോണ്ട് പോയത്. അല്ലാതെ എന്റെ വീട്ടിൽ കുതിര പഠിക്കാനായിട്ട് വന്നിട്ട് എന്റെ ഭാര്യയെ വിളിച്ചോണ്ട് ഓടിയല്ലോ ഞാൻ. പണ്ട് ഞാൻ ഇവിടെ ജോലിക്ക് നിന്നപ്പോഴത്തേക്ക് എനിക്ക് ശമ്പളം എത്രയെന്ന് അറിയാം? 250 രൂപയും ഒരു പൊരിച്ച മീനും 2 വെളുത്തുള്ളി. വെളുത്തുള്ളി? അനാവശ്യ കാര്യം പറയല്ലേ. സവാള അനാവശ്യം വെളുത്തുള്ളി വെച്ച് കൊടുക്കണ്ടേ? സവാളായിരുന്നു. അല്ല, ഞാൻ ചോദിച്ചിട്ട് ഈ മുതലാളിയുടെ ഭാര്യയെ വിളിച്ചോണ്ട് പോയിട്ട് നിങ്ങൾ എങ്ങനെ നോക്കുന്നത്? അതിന്റെ കാര്യം വല്ലതും അറിയാവോ? ഞാൻ അന്തസ്സായിട്ട് നോക്കുന്നുണ്ട്. വിളിച്ചോണ്ടാക്കി ഞാൻ അന്തസ്സായിട്ട് നോക്കുന്നുണ്ട്. എനിക്ക് ഉണ്ണാനും കൊടുക്കാൻ എന്റെ തറവാട്ടി ഉണ്ട്. നിനക്ക് എന്തോ ഉണ്ണാവുണ്ടെന്നാണ്. കേക്കണം ജോണി, എവന്റെ അച്ഛൻ സുചീന്ദ്രൻ ഇപ്പോഴും ഉണ്ടാണ്. ഇപ്പോഴും ഉണ്ട്. അയാൾ എന്താ പരിപാടി എന്നറിയാവോ? ചോറില് മൂക്കുപൊടി ഇട്ട് ഇങ്ങനെ ഇളക്കി വെച്ചു കൊടുക്കും. കാക്ക വന്ന് ഇത് എടുത്ത് തിന്നിട്ട് ഏതെങ്കിലും ചില്ലയെ പോയിരുന്നിട്ട് ഇത് തുമ്മി കറങ്ങി തഴ വീഴും. എന്നിട്ട് അതിനെ പിടിച്ചോണ്ടൊന്ന് ചുട്ട് തിന്നുന്നതാണ് എവന്റെ അച്ഛൻ. അവൻ ഭയങ്കര ഉണ്ണാനുണ്ടത്. എവിടെയാ ഉണ്ണാനുള്ളത്? കാക്കത്തൂരാണ് ഇപ്പോഴും തൂവലൊന്നുമില്ല. പിന്നെ നിങ്ങളെ ഒപ്പം ഭയങ്കര ക്യാമനായിരുന്നു. എന്താ പറഞ്ഞ? കിഴങ്ങ് മോടിച്ചോടിക്കാണ്. എന്റെ മുതലാളിയുടെ പപ്പയെ കുറിച്ച് സംസാരിക്കുന്നു. എന്റെ മുതലാളിയുടെ പപ്പയെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. നോ, മുതലാളിയുടെ ഉപ്പും ചോറും തിന്ന് വളർന്നവനാണ് ഞാൻ. അവൻ മുതലാളിയുടെ പപ്പയെ പറ്റി സംസാരിക്കാന്ന് പറഞ്ഞു. ആരാണെങ്കിലും പപ്പ ആരാണ് അറിയത്തില്ല. അറിയത്തില്ല. മുതലാളിയുടെ പപ്പ ആരാണെന്ന് അറിയത്തില്ല. പഞ്ചായത്ത് ഓഫീസർ ആയിരുന്നു മുതലാളിയുടെ പപ്പ. പഞ്ചായത്ത് ഓഫീസറോ ജോണി? വില്ലേജ് ഓഫീസർ ആയിരുന്നു മുതലാളിയുടെ പപ്പ. വില്ലേജ് ഓഫീസറോ ജോണി? തഹസിൽദാറായിരുന്നു മുതലാളിയുടെ. തഹസിൽദാറോ ജോണി? കളക്ടറായിരുന്നു മുതലാളിയുടെ പപ്പ. കളക്ടറോ ജോണി? ഇപ്പൊ തന്നെ 5 പപ്പ എനിക്കായി. ജോണി ആരാന്ന് പറ. മുതലാളിയുടെ പപ്പയുടെ പണി എന്ന് വരുന്നത് എന്റെ പപ്പ കുതിര പോലീസ്. കുതിര പോലീസ്. ഈ മുതലാളിയുടെ പപ്പ റിട്ടയർ ചെയ്യുന്ന സമയത്ത് മുതലാളിയുടെ ഉപ്പും ചോറും തിന്ന് നടന്നവനാണ് ഞാൻ. മനസ്സിലായോ? ജോണെ, ഞാനത് പറയും മുതലാളി, ഞാനത് പറയും.
റിട്ടയർ ചെയ്യുന്ന സമയത്ത് 15 വർഷം സ്വന്തം മോനെ പോലെ നോക്കിയ കുതിരയുടെ കാല് തൊട്ട് വന്നിച്ചിട്ട് റിട്ടയർ ചെയ്യണമെന്ന് ഒരു ആഗ്രഹം. അങ്ങനെ നേരെ അനുഗ്രഹം മേടിക്കാൻ പിറകാലിനെ അങ്ങോട്ട് ചെന്നു, ഒരൊറ്റ തൊഴി മുഖത്തിട്ട് വീട്ടിലെ പഗ് വെട്ടി പിടങ്ങിപ്പോയി. അതൊക്കെ ശരിയാവും. മുതലാളിയുടെ പപ്പയെ കുതിര ചവിട്ടിയത്, പിന്നെ പഗ് വെട്ടി പണിക്ക് പോകേണ്ട കാര്യം എന്തേ? അത് വീട്ടിലോട്ട് ചെന്നപ്പോഴത്തേക്ക് ഈ പഗ് വെട്ടിക്കും മുതലാളിയുടെ പപ്പയ്ക്ക് ഒരേ ഫേസ്. പപ്പ ഈ ഈഗോ അടിച്ച് നേരെ പിടങ്ങി അങ്ങ് പോയി. ഇവിടുന്ന് ജോണി എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ? ഇല്ല മുതലാളി. പോകുന്നെങ്കിൽ ഇത്രയും നാൾ തിന്നില്ലേ ആ ഉപ്പും ചോറും കക്കി വെച്ചിട്ടേ പോകും. അല്ല, അവിടെ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ആവശ്യത്തിന്റെ വെറുതെ പറഞ്ഞു പോയതാണ് മുതലാളി. എന്നെ ഇങ്ങനെ പേടിപ്പിക്കാതെ. ഇയാൾക്ക് ഇപ്പൊ എന്താ വേണ്ടത് പറ. ഞാൻ ഇവിടെ ജോലി ചെയ്യണമെങ്കിൽ, ഈ കുതിര പന്തലത്തിൽ ഞാൻ ജയിക്കണമെങ്കിൽ എനിക്ക് 7 ലക്ഷം രൂപ തരണം. 7 ലക്ഷം രൂപ. 7 lakh. മുതലാളി 7 lakh. എങ്ങനെ? 7 lakh. അടുക്കള വശത്ത് സർലാക്കിന്റെ കുപ്പി പറക്കി വിറ്റ നിനക്ക് 7 ലാക്കോ? ഞാൻ പോണ്. പോവോ? 7 lakh എനിക്ക് വേണം. മുതലാളി അവൻ പോവാന്നാണ് പറയണത്. ഈ പറഞ്ഞ ഞായറാഴ്ച മത്സരം നടക്കുവാണ്. അവൻ പോയി കഴിഞ്ഞാൽ കാര്യം നടക്കത്തില്ല. ഒരു 5 ലക്ഷം രൂപയിൽ കൊടുക്കും. ഓക്കെ, carry on, 3 lakh. 3 ലക്ഷം രൂപ തരാന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. 3 ലക്ഷം രൂപ തരും. ഇങ്ങോട്ട് വാ. 3 ലക്ഷം രൂപ തരും. അത് ഉറപ്പിക്കണം. ഇതിനകത്ത് മത്സരിച്ചേ പറ്റുന്നു. 3 ലക്ഷം രൂപ ഉറപ്പിക്കാം. പക്ഷേ എനിക്ക് കുറെ കണ്ടീഷൻ ഉണ്ട്. എന്തുവാ? ഈ കുതിര എന്നെ തൊഴിക്കരുത്. കുതിര തൊഴിക്കരുതെന്ന്. കുതിര തൊഴിക്കരുതെങ്കിൽ ഇവൻ കുതിരയുടെ ഫ്രണ്ടിൽ പോയിരുന്ന് വർത്താനം പറയരുത്. ഇവന്റെ വർത്താനം കേട്ടാ തൊഴിക്കാത്ത കുതിര വരെ തൊഴിക്കുമെന്ന് എനിക്കറിയാം. ഇവന്റെ അങ്ങനെ തപ്പരി തുപ്പരി പിപ്പിരി എനിക്ക് മനസ്സിലാവുന്നുണ്ട് മുതലാളി. എനിക്ക് മനസ്സിലാവും. രണ്ടാമത്തെ കണ്ടീഷൻ, എനിക്ക് പോവാനും വരാനും ഒരു വണ്ടി വേണം. സെക്കൻഡ് ഹാൻഡ് മതിയാവുമല്ലോ. അതെന്താ അങ്ങനെ പറഞ്ഞത്? സെക്കൻഡ് ഹാൻഡോടാണല്ലോ പുള്ളിക്ക് ഇപ്പൊ താല്പര്യം. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ കണ്ടീഷൻ എന്തുവാ? മസ്കറ്റ് ഹോട്ടലിൽ എനിക്ക് താമസം വേണം. കാലത്തിന്റെ പെടഞ്ഞുള്ള ഒരു പോക്കേ. ബിസ്ക്കറ്റ് മേടിക്കാൻ കാശില്ലാത്തവനാ മസ്കറ്റ് ഹോട്ടലിലെ താമസിക്കൂ. നടക്കട്ടെ. ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ പുള്ളിക്കാരൻ വരുന്നത് CCTV കാര്യം വെച്ചാൽ മതിയല്ലോ. CCTV ക്യാമറ എന്തെങ്കിലും വെച്ചാൽ മതിയല്ലോ. അതെ, CCTV ക്യാമറ വെക്കണം. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോ. എന്താ? ഇവൻ ആദ്യം ഇവിടെ ജോലിക്ക് നിന്ന സമയത്ത് ഈ CCTV ക്യാമറ വെച്ചിരുന്നെങ്കിൽ ഭാര്യ ഇപ്പോഴും ഇവിടെ ഉണ്ടാകത്തില്ലായിരുന്നു. ഞാൻ ഫുള്ള് വെച്ചേക്കുമല്ലായിരുന്നോ? ആ CCTV ക്യാമറയിൽ കുതിര ചാണകം വലിച്ചെറിഞ്ഞിട്ടല്ലേ എന്റെ പെണ്ണിനെ വിളിച്ചോണ്ട് ഓടിയത്. എന്തോ പരിപാടിയാണ് ആണെന്ന് അങ്ങനത്തെ ബുദ്ധിമാനാവൻ. ഇവരെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഇപ്പൊ എന്ത് ചെയ്യണം? ഇപ്പൊ എങ്ങനെ മത്സരത്തിലോട്ട് കടക്കണം? പറഞ്ഞാൽ അതെല്ലാം ചെയ്തേ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് എന്ത് വേണമെന്നാണ് പറയുന്നത്? എന്ത് വേണം? എനിക്ക് 7 ലക്ഷം രൂപ വേണം. 7 ലക്ഷം രൂപ? സുഹൃത്തെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. 1 കോടി രൂപയുടെ ബിസിനസ് ആണ് ഇവിടെ നടക്കുന്നത്. ഈ മത്സരത്തിൽ മുതലാളിയുടെ കുതിര ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ 1 കോടി രൂപയാണ് കിട്ടാൻ പോകുന്നത്. 1 കോടി രൂപയാണ്? 1 കോടി രൂപ. അങ്ങനെയാണെങ്കിൽ 7 ലക്ഷം രൂപ പോരാ. പിന്നെ ഈ 1 കോടി രൂപ കിട്ടുകയാണെങ്കിൽ ജയിച്ചാൽ നിങ്ങൾ എനിക്ക് എന്ത് തരുമെന്ന് പറ. അവൻ ചോദിച്ച കേട്ടില്ലേ മുതലാളി? ഒക്കോളം പറ. വേണ്ട മുതലാളി, ഞാനൊരു CA കാരനാ. എനിക്കറിയാം. നീ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ 60 കണ്ടവും 400 വണ്ടിക്കാളെ തരും. ടൈ കെട്ട സുകുമാരി, എന്തോ ഈ കുട്ടനാട് ഭാഗത്തൂടെ പോയിട്ടുണ്ടോ ബസ്സിൽ? ഇല്ല, പോയിട്ടില്ല. അവിടെ ഞാൻ കണ്ടിട്ടുള്ളൂ ഈ 60 പറം കണ്ടം. അല്ല, ഞാൻ ഇന്നുവരെയും കണ്ടിട്ടില്ല. പിന്നെ നീ എന്തോ കൊടുക്കാന്ന് പറഞ്ഞു? 400 വണ്ടിക്കാള്. 400 വണ്ടിക്കാള്? എവിടെ നിന്നാ ഇന്നത്തെ കാലത്ത് 400 വണ്ടിക്കാള്? ആര് കൊടുക്കും? ഞാൻ പായി തോന്നാ വിളിച്ച് പറയരുത്. കൊടുക്കാൻ പറ്റുന്ന കാര്യം മാത്രം. മുതലാളിക്ക് ഭയങ്കര ആഗ്രഹം. ഊട്ടി പോയി പായസം കുടിക്കണോ, എന്തോ ചെയ്യണം, തണുപ്പത്ത് പറ്റുമോ, ഭയങ്കര സ്നേഹമാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഈ പറയുന്ന സാരികളൊക്കെ സെറ്റാക്കി തരാം. പക്ഷെ വേറൊരു കാര്യം, ഞങ്ങളുടെ ഓപ്പോസിറ്റ് ടീമുണ്ട്, ഡിക്രൂസ്. ഈ ഡിക്രൂസിന്റെ കുതിര മണിക്കൂറിൽ 110 കിലോമീറ്റർ സ്പീഡിലാണ് ഓടുന്നത്. അതുപോലെ തന്നെ ഫെർണാണ്ടക്കിന്റെ കുതിര മണിക്കൂറിൽ 120 കിലോമീറ്റർ സ്പീഡിലാണ് ഓടുന്നത്. അതുകൊണ്ട് മുതലാളിയുടെ കുതിര മണിക്കൂറിൽ 140 കിലോമീറ്റർ സ്പീഡിൽ ഓടണം. ഞാൻ ചോദിക്കട്ടെ, അന്റാർട്ടിക്ക മിസൈൽ ഇട്ടെന്നും പറഞ്ഞ് ഇവിടുത്തെ അന്ത്യാപീസിട്ട് പറഞ്ഞിട്ട് വരക്കേണ്ട കാര്യം എന്തേലും? ഇവിടുത്തെ ഓഫീസിട്ട് പറഞ്ഞിട്ട് വരക്കേണ്ട കാര്യം എന്തേലും? അങ്ങനെ ഓടും. ഇത് പാണ്ടിക്കുതിരയാണ്. പാണ്ടിക്കുതിര. ഏത്? എന്റെ കുതിര പാണ്ടിക്കുതിര? പാണ്ടിക്കുതിര. നിങ്ങൾ എന്താർത്ഥത്തിലാണ് പറഞ്ഞത്? പാണ്ടിക്കുതിരയാണോ അത്? പിന്നെ ഞാൻ പറയും 100% ഞാൻ പറയും പച്ച മലയാളി കുതിരയാണെന്ന്. അതങ്ങനെ വാലിൽ നുള്ളിയാ പോലും വാ പൊളിക്കാത്ത കുതിരയാണ്. തനി മടിയൻ കുതിര, മലയാളി കുതിര. എനിക്കറിയാമോ ഞാൻ എത്ര നുള്ളിട്ടുണ്ടെന്ന് അറിയോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുതലാളിയുടെ കുതിര എന്താ ഈ പറഞ്ഞ് 140 കിലോമീറ്റർ സ്പീഡിൽ ഓടിപ്പിക്കണം. 140 കിലോമീറ്റർ സ്പീഡിൽ ഞാൻ ഓടിപ്പിക്കാം. പക്ഷെ അത് ഓടിപ്പിക്കണമെങ്കിൽ എന്റെ കയ്യിൽ ഒരു രസായനമുണ്ട്. രസായനം അത് കൊടുത്തു കഴിഞ്ഞാൽ 160 പരം സ്പീഡിൽ ഓടും. എത്ര രൂപ? 1 ലക്ഷം രൂപ. ഒന്നല്ല 1.5 ലക്ഷം രൂപ തന്നിട്ടായാലും ആ രസായനം മേടിക്കും മുതലാളി. നമുക്ക് എനിക്ക് രസായനം വേണ്ട. എന്റെ മുതലാളി അവന്റെ കയ്യിരിക്കുന്ന രസായനം നമ്മൾ 1 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിച്ചു കഴിയുവാണെങ്കിൽ 160 കിലോമീറ്റർ. എനിക്ക് രസായനം വേണ്ടെന്ന്. അതെന്താ ഇത്രയും വേണ്ടത്? രസായനം വേണ്ടാത്ത ആ രസായനം പാല് കലക്കി തന്നിട്ടാണ് എന്റെ പെണ്ണും പിള്ളേരെ എടുത്തോണ്ട് ഇവിടുന്ന് ഓടിയത്. പിന്നെ ഞാനത് എങ്ങനെ മേടിച്ചു കുടിക്കും? ഈ
കുതിരപ്പന്തയത്തില് നിങ്ങളുടെ ടീം ജയിച്ചോ എന്ന് നമുക്കറിയാം. നേരെ നമ്മുടെ കാര്യക്കാരിലേക്ക് പോവാം. സ്റ്റാർട്ടിംഗ് വിത്ത് പ്രചോദേട്ടൻ. ഞാൻ എടുത്തു പറയുന്നത് നിങ്ങളുടെ കയ്യിൽ കിടക്കുന്ന പരിപാടികളാണിത്. കാര്യം കോട്ടിട്ട് സെൽവ നിന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം, പൂന്ത് പോലെയാണെന്നറിയാം, ടൈ കെട്ടി എക്സിക്യൂട്ടീവ് രീതിയിൽ കുമ്പാര് എന്നാൽ കുമ്പാരുടെ പ്ലേ നമുക്കറിയാം, ശ്യാമിൻ്റെ ആയിട്ടുള്ള പൊളി പൊളിക്കുമെന്ന് നമുക്കറിയാം. പിന്നെ ഇതിൻ്റെ തോട്ട് ഒരു കുതിരപ്പന്തയത്തിന് വേണ്ടിയിട്ട് ഒരു ആളെ വിളിച്ചു വരുത്താൻ വേണ്ടിയിട്ട് ഇയാൾക്ക് കുതിര ഓടിക്കണം, പന്തയമൊക്കെ ആകണം. അപ്പോൾ അതിന് മെയിൻ മാറ്റർ എന്ന് പറയുന്നത് മുതലാളിയുടെ വൈഫിനെ അടിച്ചുകൊണ്ട് പോയ ആളെ തന്നെ തിരിച്ചു കൊണ്ടുവരികയാണ്. പക്ഷേ ഓരോ കൗണ്ടറുകളും പറന്ന് നിൽക്കുന്ന കൗണ്ടറുകളാണ്. കാര്യം നമുക്ക് ഓർത്തെടുക്കാൻ കിട്ടുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ പറന്ന് പെർഫോം ചെയ്തു. അടിപൊളി എന്ന് പറഞ്ഞാൽ അതൊരു പ്ലേ ഉണ്ട്, ചില ടൈമിംഗ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. എൻ്റെ ചിലപ്പോൾ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. നിങ്ങളുടെ ഒരു പരിപാടി എന്ന് പറയുന്നത് കുമ്പാരി അത് ആദ്യം വന്ന് ഈ ട്രോഫികളെ കുറിച്ച് പറഞ്ഞ കാര്യം, ഒരു കോടി കിട്ടും, മറ്റേ ട്രോഫികളെ കുറിച്ചൊക്കെ കഥ പറയുന്നു, ഇതിൻ്റെ ചരിത്രമൊക്കെ പറയുന്നു. വന്നു കഴിഞ്ഞപ്പോൾ തന്നെ സെൽവൻ ചോദിച്ചു അത് അതോ സിറ്റി പോയി അവിടെ തൊട്ടേ നമുക്ക് പിടികിട്ടി നിങ്ങളത് വളരെ സിമ്പിളായിട്ട് കളിച്ചെടുക്കുമെന്നറിയാം. പിന്നെ ശ്യാം ഇങ്ങോട്ട് വന്നു, ശ്യാമിൻ്റെ ആയിട്ടുള്ള കുറേ കൗണ്ടറുകൾ, നിങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ പരിപാടികൾ എല്ലാം നല്ല കൗണ്ടറുകളും നല്ല പ്ലേസ്മെൻറ്റും ആയിരുന്നു. എല്ലാം നല്ല ഫ്രഷ് കൗണ്ടറുകളായിരുന്നു. പഴയതായിട്ട് എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഗംഭീരമായിരുന്നു. 3 പേർക്ക് ഓൾ ദ ബെസ്റ്റ്. അടിപൊളി. ഗംഭീര സ്കിറ്റ് ആയിരുന്നു കേട്ടോ. അടിപൊളി. കാരണം വിശ്രമിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തേക്കുള്ള സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ, നമ്മൾ പടപടപടാന്നാണ്, പഴയ പോലത്തെ ഒരു ലാഗോ തമാശകളോ. എനിക്ക് തോന്നുന്നു ഈ സ്കിറ്റും അതേപോലെ വരാൻ പറ്റിയ ഒരു സ്കിറ്റാണ്. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മുടെ കയ്യിൽ കിടക്കുന്ന സാധനം കളഞ്ഞു പോകുമ്പോൾ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ പിന്നെ നമുക്കത് കയ്യിൽ കിട്ടൂല. ആ കയ്യിൽ കിട്ടുന്ന സാധനം അന്നേരത്ത് തന്നെ ഇതുപോലെ ചെയ്തോളണം. ഇത് നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന സാധനമായിരുന്നു. അത് വൻ വിജയമാക്കി തന്നെ തീർത്തിട്ടാ. എനിക്ക് തോന്നുന്നു ഇഷ്ടംമാരെ കൗണ്ടറുകൾ. എനിക്ക് ആ ജോണിന്ന് വിളിക്കണം മാത്രം മതി. അതുപോലെ കുറേ തമാശകൾ ഉണ്ടായിരുന്നു. കാക്കനെ പിടിക്കാൻ വേണ്ടിയിട്ട് മൂക്കിപ്പിടി ചോറി കൊടുച്ചിട്ട് ആ കാക്ക തുമ്മി നിലത്ത് വീഴുമ്പോൾ അതിനെ എടുത്തിട്ട് ചുട്ടു തിന്നുന്ന അങ്ങനെയൊക്കെയുള്ള ലെങ്തി തമാശകൾ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഈ നേരത്തെ നമ്മുടെ പ്രചോദനം പറഞ്ഞു, ഈ ഗൗണൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു വേറെ മനുഷ്യനാണ്. നിങ്ങൾ 3 പേര് അതുപോലെ തന്നെയാണ്. കാരണം ഇവര് നമ്മളൊരു അതുപോലെ ഈ നമ്മുടെ ക്ലൈമാക്സിന്റെ സാധനം മാറിപ്പോയില്ലോ അല്ലേ? അതായത് മാറിയോ അത് ഈ അടിച്ചിട്ട് ഇത്ര വോൾട്ടേജിൽ ഓടുന്ന ആള് സെൽവന് തന്നിട്ട് പുള്ളി ഈ രസായനം അത് ശ്യാം കഴിച്ചതാണോ? എനിക്ക് പാലിൽ കലക്കി തന്നേച്ച് ഓടിയെന്നാണ്. അത് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ചാർജ് അല്ലേ ഇത് അടിച്ചു കഴിഞ്ഞാൽ പുള്ളി ഓടും 140 കിലോമീറ്റർ സ്പീഡിൽ. ആ സമയത്ത് ഇവര് ഭാര്യയെ കൊണ്ട് പോയി. അത് വ്യക്തമായില്ല. അത് പറഞ്ഞിട്ടില്ല. അതാ ഞാൻ ചോദിച്ചത്, തിരിഞ്ഞു പോയോ ഡൗട്ടാണ്. ക്ലൈമാക്സും ഈ പറഞ്ഞുകൊണ്ട് നമ്മൾ രസിച്ചിരുന്നത് കൊണ്ട് നമ്മൾ അറിഞ്ഞില്ല ക്ലൈമാക്സ് അടിച്ചു നിന്നത്. കാരണം ഇനി ഉണ്ടാവും എന്നുള്ളൊരു ത്വരയിൽ നിന്നും പോയി. എന്തായാലും ഗംഭീരമായിരുന്നു കേട്ടോ. 3 പേരും കസറി കളഞ്ഞ് അടിപൊളി, സൂപ്പർ. അല്ല ഇനിയിപ്പോ എന്ത് പറയാനോ, ഏകദേശ കാര്യങ്ങളൊക്കെ രണ്ടുപേരും പറഞ്ഞു. ഗംഭീര സ്കിറ്റായിരുന്നു, അടിപൊളിയായിട്ട് പോയി. ഈ കോസ്റ്റ്യൂം നിനക്ക് വേണ്ടി മാത്രം ഇവിടെ സെൽഫിന് വേണ്ടി മാത്രം ഇവിടെ ഫ്ലവേഴ്സിൽ വെച്ചിരിക്കുന്നത്. വേറെ ആരെങ്കിലും ചോദിച്ചാൽ ഇല്ല സെൽഫിന് മുതലാളി കളിക്കാനുള്ള സാധനം അന്നും പറഞ്ഞ് മാറ്റി വിടാറുണ്ടോ എന്നൊക്കെ പറയുന്നത് കിട്ടു. അല്ല മറ്റേ പറഞ്ഞ മറ്റേ പണക്കാരുടെ മക്കളാണ് ഭയങ്കര വൈറലാണ്. എന്ന് പറഞ്ഞല്ലോ, പണക്കാരൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ അത് സെൽവൻ സ്വമേധയെ ഏറ്റെടുക്കുന്നതാണ്. അത് ഞാൻ ചെയ്തോളാം. നിങ്ങളുടെ ക്യാരക്ടർ സെലക്ഷൻ ഒക്കെ നല്ല രസമായിരുന്നു. കുതിരക്കാരൻ പക്കാ കുതിരക്കാരൻ, കുതിരയെ ട്രെയിൻ ചെയ്യുന്ന ആളായിട്ട് ശ്യാമല്ലാതെ വേറെ ആൾ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ശ്യാം ഒക്കെയാണ് അക്കാര്യത്തിൽ. അതേപോലെ ഇത് മീഡിയേറ്ററായിട്ട് നിൽക്കുന്ന ആളും എല്ലാം നല്ല രസമായിട്ട് നിങ്ങൾ കൊണ്ടുപോയി. ക്ലൈമാക്സിൽ ഞാൻ ചോദിക്കാൻ പറ്റിയ ആ സാധനം പ്രചോദനം നേരത്തെ കയറി അത് അടിച്ചത് കൊണ്ട് എനിക്കത് ഇനി ചോദിക്കാൻ പറ്റൂല. പക്ഷേ എങ്കിലും എനിക്കത് മനസ്സിലാകാത്ത കാര്യമായിരുന്നത് ആ ഒരു സാധനം ഇല്ലേ, നിങ്ങൾ നേരത്തെ ചോദിച്ചില്ലേ, ഇത് ആ കുതിരയുടെ ആ രസായനം കഴിച്ചിട്ട് അത് കത്താതെ നിൽക്കായിരുന്നു. അതേലും ചോദിക്കാമെന്ന് ഞാൻ മനസ്സിൽ കരുതി ഇങ്ങനെ ഫീഡ് ചെയ്ത് വെച്ചതാണ്. ഇപ്പൊ ആളെയും കയറി അത് മുങ്ങിപ്പോയി. മൊത്തത്തിൽ പറഞ്ഞാൽ ഓൾ ദ ബെസ്റ്റ്, നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഇനി മാർക്സിലേക്ക് കടക്കാം. സ്റ്റാർട്ടിംഗ് വിത്ത് നസീർക്ക. ഞാൻ ഒരു 16,000 രൂപ കൊടുക്കുകയാണ്. 16,000. പ്രചോദേട്ടാ? ഞാൻ 6 മാർക്ക് കൂടെ അതിന് അഡീഷണൽ 22 മാർക്കാണ്. ഒരുപാടുള്ള പാർട്ടി കൊടുക്കട്ടെ. അപ്പൊ ഇപ്പൊ ടോട്ടൽ മൊത്തത്തിൽ 38,000 രൂപയായിട്ടുണ്ട്. നമുക്ക് ഇനി ഫൈൻ അറിയണമെങ്കിൽ ബിജുകുട്ടൻ ചേട്ടനോട് ചോദിക്കണം. ചേട്ടാ ജോണി carry on. അടിപൊളി. 90,000 രൂപ നേടിക്കൊണ്ട് സിൽവർ പഞ്ചാണ് അടിച്ചിരിക്കുന്നത്. അടിപൊളി. ഇപ്പം സിൽവർ പഞ്ച് കിട്ടി നിൽക്കുകയാണ്. എന്താണ് തോന്നുന്നത്? വളരെ സന്തോഷം. അല്ല സെൽവ, സത്യമായിട്ട് പറയണേ, ഇത്രയും പ്രതീക്ഷിച്ചിരുന്നോ? അല്ല സ്കിറ്റ് കളിക്കാന്ന് നല്ല രീതിയിൽ കളിക്കണമെന്ന് ആഗ്രഹം. അപ്പൊ കിട്ടിയതിൽ വളരെയധികം സന്തോഷം.
അത്രേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ മറന്ന് പെർഫോം ചെയ്തു കേട്ടോ. കാര്യം നമ്മൾ പറഞ്ഞ പോലെ ഒരു ഡയലോഗ് പറഞ്ഞതിന് ശേഷം കൗണ്ടർ മാത്രമല്ല അതിൽ നിന്ന് പിന്നെ ഒരു കഥ ബിൽഡപ്പ് ചെയ്ത് അതൊരു ഭയങ്കര സംഭവം തന്നെ. അത് കളിച്ച് കയറ്റാനാ പറ്റുള്ളൂ. എനിക്ക് റിഹേഴ്സൽ ചെയ്താൽ പോലും ഇവിടെ ചിലപ്പോൾ ആ ഒരു എന്താ പറയുക ഫൈനൽ ഒരു സാധനം ഇവിടെ വന്നാലേ കിട്ടുള്ളത്. അല്ല ഞാൻ ചോദിച്ചോട്ടെ, ഈ തേങ്ങയുടെ സാധനം നിങ്ങൾ അവിടെ വെച്ചിട്ട് ഓൾറെഡി പറഞ്ഞാണ് തേങ്ങ അവിടെ നീ ആപ്പിൾ മൂക്കിപ്പൊടി എവിടെ നിന്നെങ്കിലും കിട്ടിയതാണോ? മൂക്കിപ്പൊടി രാജേട്ടൻ പറഞ്ഞു. അത് ആരാന്ന് പറയുന്നില്ല, പക്ഷെ ഒരിടത്ത് എനിക്കറിയാം. അത് ചെയ്യുന്ന ഒരാളുണ്ട്. ആളാണെന്ന് ഞാൻ പറഞ്ഞേ പറ്റുള്ളൂ. ഒരു മിമിക്രിക്കാരനാണ്. ഈ കാക്കയ്ക്ക് ചോറിന്റെ അകത്ത് മൂക്കിപ്പൊടി കാക്ക വന്ന് തിന്നേച്ചും തുമ്മി മയങ്ങി വീഴും. അതൊരു രസമാണ്, ഒരു വിനോദ പുള്ളി. അല്ല, അത് ശരിക്കും പറഞ്ഞാല് സൈക്കോ അല്ലേ? ഇത് വൈൻഡപ്പ് ചെയ്തിട്ട് ഞാനത് പറഞ്ഞ ഒരാളാണ്. പിന്നെ വേറൊരു കാര്യം, ഈ മൂക്കിപ്പൊടി ഇങ്ങനെ കുഴച്ചു കഴിഞ്ഞാൽ തുമ്മോ? അല്ല, ഞാൻ പറഞ്ഞ പൊടിയായിട്ട് വലിക്കുമ്പോഴല്ലേ തുമ്മുള്ളൂ. അല്ലല്ല, ഇത് മയങ്ങും. കാക്ക മയങ്ങി പോകും. ഒന്ന് കഴിച്ചു നോക്കണം, നാളെ വീട്ടിൽ. അതിങ്ങനെ പൊടി പോലെ വരുമ്പോഴല്ലേ നമുക്ക് അലർജി പോലെ തുമ്മുള്ളൂ. അത് ആരാ ആർട്ടിസ്റ്റ് ആരായിരിക്കും? അത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അതെ, മായി മെമ്പർഷിപ്പ് ഉള്ളവരെ മാറ്റാൻ വേണ്ടി അത്രയും ക്രൂരത നമുക്ക് പറയാൻ പറ്റുമല്ലോ അല്ലേ? പറ എടി മനസ്സേട്ടാ. ഒരുപാട് സന്തോഷം. ശ്യാം ഒത്തിരി സന്തോഷം. അല്ല, ഇവര് ഒരുപാട് പറയുമ്പോൾ നമ്മൾ ഒത്തിരിയേലും പറയണമല്ലോ അല്ലേ? ഒരുപാട് സന്തോഷം. എല്ലാവരും ഹെൽപ്പ് ചെയ്തു. പിന്നെ നമ്മൾ വർക്ക് ചെയ്തതിന്റെ ഫലമാണ് ഇപ്പൊ കിട്ടിയത്. ഓക്കെ, അപ്പൊ താങ്ക് യു. ഇനിയും ഒരുപാട് പഞ്ചസ് നേടാനായിട്ട് സാധിക്കട്ടെ. ആൻഡ് കൺഗ്രാചുലേഷൻസ് ഓൺ ദി സിൽവർ പഞ്ച് കേട്ടോ. അപ്പൊ വീണ്ടും കാണാം. ബൈ. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേരുടെ വേദിയിൽ അടുത്തതായി ഒരു ഗംഭീര സ്കിറ്റുമായി വരുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കൊച്ചു പ്രദീപേട്ടൻ, ശ്രീജ ചേട്ടൻ ആൻഡ് സൂര്യശ്രീ. എന്തെല്ലാം എന്തെല്ലാം സ്വപ്നങ്ങളാണെന്നോ, എന്തെല്ലാം മോഹങ്ങളാണെന്നോ, എന്തെല്ലാം സ്വപ്നങ്ങളാണെന്നോ, എന്തെല്ലാം മോഹങ്ങളാണെന്നോ. അച്ഛാ, അച്ഛനെ ഞാൻ എന്റെ അച്ഛനായിട്ടല്ല കാണുന്നത്. അങ്ങനല്ല, നമ്മൾ ഫ്രണ്ട്സ് അല്ലേ? ഫ്രണ്ട്സ് ആയിട്ടാണ് കാണുന്നത്. മോനെ, ഓ, നിന്നെ ഞാൻ എന്റെ മോനായിട്ടല്ല കാണുന്നത്. നമ്മള് ഫ്രണ്ട്സ് അല്ലടാ. അത് കറക്റ്റ്. അപ്പൊ അതുകൊണ്ട് ഞാൻ വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. ഞാനിപ്പോ ടൗണിലോട്ടൊന്ന് പോകുന്നുണ്ട്. തിരിച്ചു വരുമ്പോ ഈ വീട് ഇവിടെ വച്ചേക്കണേ എന്റെ അച്ഛൻ. വേറൊന്നും കൊണ്ട് പറയല്ല, ഞാൻ അവിടെ പോയിട്ട് വരുന്ന വഴിക്ക് ഒരു പൈന്റ് കൂടി വാങ്ങിച്ചോണ്ട് വരുന്നു. നമ്മൾ രണ്ടുപേരും കൂടെ അടിക്കുന്നു. ഒരു അച്ഛന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റിയതാണോ അവൻ പറഞ്ഞ്? ഒരു പൈന്റ് മേടിച്ചുകൊണ്ടിരാന്ന്. 1/2 ലിറ്റർ മേടിക്കണം. 1/2 ലിറ്റർ ഞാൻ മേടിച്ചു വെച്ച നീ അല്ലേ മൊത്തം കഴിച്ചോ? അച്ഛൻ എന്റെ അതിനുള്ള പൈസ തികയൂലെന്ന്. കല്ലിന്റെ കേസിൽ അച്ഛനും മോനൊക്കെ കണക്കെപ്പോഴും കറക്റ്റ് ആയിരിക്കണം. ആണേ, ഇത് ഞാൻ എഴുതി വെച്ചോളാം. ഇന്നത്തെ 2 പെക്കിന്റെ പൈസ ഞാൻ എഴുതി വെക്കും. ആയിക്കോട്ടെ. കാണിച്ചു. അല്ല, ഈ ടൗണിൽ പോണ്ട് നിന്റെ കയ്യിൽ എന്തിനാ ബോർഡ്? ബോർഡാ ഗേറ്റ് തൂക്കാൻ. എടാ നോക്കട്ടെ. ദൈവമേ, അച്ഛനുണ്ട് സൂക്ഷിക്കാന്ന്. സാധാരണ പട്ടിയുണ്ട് സൂക്ഷിക്കാന്നല്ല വീട്ടിന് മുമ്പിൽ വെക്കാറ്. ഇവിടെ പട്ടി ഇല്ലല്ലോ. ഓരോരുത്തന് ഗേറ്റിന്റെ മുമ്പ് നിന്ന് ജോലി ചെയ്യുന്ന തൊഴിലുറപ്പിലെ പെണ്ണുങ്ങൾ ഈ ബോർഡ് അവിടെ വയ്ക്കുന്ന അവർക്കൊരു മുന്നറിയിപ്പിനാണ്. കാര്യം ഞാൻ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അച്ഛനൊരു പരോപകാരം ചെയ്യേക്കൊണ്ട് കഷ്ടകാലത്തിന് അവരെങ്ങാനും വല്ല വെള്ളം കുടിക്കാൻ എന്തിനാ വന്നു കഴിഞ്ഞാൽ കേസ് മഴക്കോറ്റി പറയാടക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. അതുകൊണ്ടാണ് ഈ ബോർഡ്. അയ്യോ, അനിയത്തി വിളിക്കുന്നേട്ടാ. ഹലോ, എന്തടി? അയ്യോ, എന്നടാ? അവളമ്മ കിച്ചു ഇല്ലേ? കിച്ചുവിന്റെ പാന്റ് ഷർട്ടും കാണാനില്ല പോലും. അതാ മൂത്ത ചെറുക്കൻ വല്ല കട്ടിലിന്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചായിരിക്കും. അത് നോക്കാൻ പറ. എടി, അച്ഛൻ പറയുന്നത് മൂത്ത ചെറുക്കൻ കട്ടിലിന്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവുമെന്നാണ്. ഞാൻ ചോദിക്കട്ടെ സത്യം ഞാൻ വിളിക്കാം. നീ ടെൻഷൻ ആവില്ലേ? ഞാൻ വിളിക്കാം. കേട്ടോ ശരിയാണോ? നീ എന്നാ കേട്ടെന്ന് ഞാൻ കേട്ടില്ലോ. പിന്നെ ഞാൻ എങ്ങനെ പറയടാ അത് ശരിയാണ്? ഇതെന്നെ പറയണല്ലേ? സിന്ധു ഇപ്പൊ എന്നെ വിളിച്ച് പറഞ്ഞത് സത്യമാണോ അല്ലേ? എനിക്ക് അത്രയും മാത്രം അറിഞ്ഞാൽ മതി. സിന്ധു എന്നാ നിന്നെ വിളിച്ച് പറഞ്ഞെന്ന് ഞാൻ കേട്ടില്ല പൊന്നു സുഹൃത്ത്. സിന്ധുവിന്റെ കൂട്ടുകാരി ലതയുടെ ഹസ്ബൻഡ് രഘു സിന്ധുവിന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു. അത് സത്യമാണോ ഇല്ലെന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. ഈ സിന്ധുവിന്റെ കൂട്ടുകാരി ലതയുടെ അടുത്ത് ആ രഘു എന്ന് പറഞ്ഞവൻ എന്നെ പറഞ്ഞെന്ന് സിന്ധു ആണ് കേട്ടത്. അതാണ് ഇവർ രണ്ടുപേരും അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞത്. അത് ഞാൻ ഇവിടെ നിന്ന് എങ്ങനെ കേൾക്കും? എന്നാന്ന് വെച്ചാ പറ. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. ചോദിക്കുന്നതിന് മാത്രം ഉത്തരം തന്നാൽ
അച്ഛൻ ഇത്തവണയും 10ാം ക്ലാസ് എഴുതുന്നുണ്ടോ? ഞാൻ ഈ തവണ SLC എഴുതുന്നുണ്ട്. മനുഷ്യനെ നാണം കരുതാനായിട്ട് നിങ്ങൾക്ക് എന്തിന്റെ കേടാണ്? എത്ര തവണ എഴുതി? എടാ നമ്മുടെ ഈ കുടുംബത്ത് ഒരാളെങ്കിലും 10ാം ക്ലാസ്സിന്റെ പടി കിടക്കണത് ഒരാഗ്രഹം ഉണ്ടാവില്ലേ? നീയോ കടന്നില്ല. എന്തും പറഞ്ഞു ഇത് വല്ലാത്ത ആഗ്രഹമല്ലേ? ഞാൻ ഈ തവണ എഴുതും, പാസ്സാവുകയും ചെയ്യും. ഓ പറയുന്നതായിട്ടൊന്നും അമ്മ എഴുതുമ്പോ പാസ്സായെന്നാണ്. നീ എന്നെ അങ്ങനെ കളിയാക്കല്ലേ? എടാ ഫസ്റ്റ് ചാൻസിന് തന്നെ വെറും 2 മാർക്കിനാണ് ഞാൻ തോറ്റുപോയത്. കറക്റ്റാ. കിട്ടിയ 10 മാർക്കിന്റെ ഇപ്പുറത്തെ 2 ഇട്ടിരുന്ന 210 അന്നേ ജയിച്ചു പോവേണ്ടത്. ഉള്ള കാര്യം ഞാൻ പറയാം, നാണക്കേടാണ്. അച്ഛന്റെ കൂടെ പരീക്ഷ എഴുതാൻ വരുന്ന എന്റെ കൂടെ പഠിച്ച പയ്യന്മാരുടെ പിള്ളേരാണ്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് എന്നെ ഒരു പെണ്ണെങ്കിലും കെട്ടിക്ക്. എടാ പെണ്ണ് കെട്ടണമെങ്കിൽ മിനിമം നല്ലൊരു തൊഴിൽ അറിഞ്ഞിരിക്കണം. അതല്ലേ ഒരു പെണ്ണ് കിട്ടിയില്ലെങ്കിൽ വേണ്ട. എവിടെയെങ്കിലും ഇറങ്ങി 10 പെണ്ണുങ്ങളെ വളച്ചെന്നെങ്കിലും ഇവിടെ ഉണ്ട്. അതിനുള്ള ഗഡ്സുമില്ല. അതൊക്കെ നമ്മളായിരിക്കണം. 20,000 പിള്ളേർ അടുക്കളയ്ക്കകത്ത് മറ്റേ സ്ക്രാപ്പറിൽ പോണ്ട് എടുത്തൊരു പിടി പിടിച്ച് കഴിഞ്ഞാൽ പൊടിഞ്ഞു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്നെ കൊണ്ട് പറയരുത്. നീ എന്ത് പറഞ്ഞാലും ശരി, എനിക്ക് ഈ തവണ ഫുൾ A+ വേണം. ഇത് A+ വേണ്ടിയിട്ടുള്ള പരിപാടി ഒന്നുമില്ല, ഫുള്ള് A വാങ്ങിക്കാനുള്ള പരിപാടിയാണ്. അതുകൊണ്ട് ഞാൻ ദൈവത്തെ ഓർത്ത് പറയുന്നു, ആവശ്യമില്ല 10ാം ക്ലാസ് പരിപാടി ഇവിടെ ഇറങ്ങാൻ പറ്റൂല. മോനെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. എടാ എനിക്ക് എന്റെ ലൈഫിന്റെ ഒരു പ്രൈവസി നോക്കണ്ടേ? നിന്റെ കണ്ണടഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ എന്നെ ആരും നോക്കും? അപ്പോഴും എന്റെ മുഖം കാണണമെന്നാണ് ആഗ്രഹം. എനിക്ക് SLC എഴുതി പഠിച്ച് പാസ്സായി നല്ലൊരു ജോലി മേടിച്ച് ലൈഫ് സെറ്റിലാക്കണം. അതാണ് എന്റെ ആഗ്രഹം. എന്തോ കട്ട വന്ന് പറ. ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിക്കല്ലേ എന്റെ പൊന്നച്ഛൻ, നാണക്കേടാണ്. നീ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ 10ാം ക്ലാസ് ചെയ്തും A+ മേടിക്കും, പാസ്സാവും, ജോലി മേടിക്കും. എന്തോ ചെയ്യാനെന്ന് പറ. നാണക്കേട് ഉണ്ടാക്കാനായിട്ടാണ് ഇത്. ചെമ്പരത്തി കമ്മലിട്ട് കുപ്പിവള കുഞ്ചലിട്ട് കാത്തു നിന്നതാര്. നമസ്കാരം. മനസ്സിലായില്ല? എന്റെ പേര് വിദ്യ. ബേസിക്കലി ഞാനൊരു ടീച്ചറാണ്. എന്ത് ചെയ്യുന്നു? കായലിൽ കക്ക വരുന്നു. എന്ത് കിട്ടുന്നത്തെ കാലത്തൊക്കെ ഭാര്യ ഒരു അടിയ വെച്ച് തന്നോണ്ടല്ലോ. ഞാൻ ടീച്ചറാണെന്ന്. ഇവിടെ ഓൺലൈനിൽ ഒരു കുട്ടിയെ പഠിപ്പിക്കണമെന്നും പറഞ്ഞിട്ട് എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ ലൊക്കേഷനാ തന്നത്. അതാ ഞാൻ ഇങ്ങോട്ട് വന്നേ. കുട്ടിയുടെ അച്ഛനാ? അച്ഛന്റെ കുട്ടിയാ? മനസ്സിലായില്ല? മനസ്സിലായില്ലല്ലേ? അന്ന് കയറിയല്ലേ ഉള്ളൂ. എല്ലാം വഴിയെ മനസ്സിലാവും. വെയിറ്റ്. അല്ല ഞാൻ ചോദിച്ചോട്ടെ, ഇന്നത്തെ കാലത്ത് പഴയ നമ്മളൊക്കെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ അധ്യാപകരെ കാണുമ്പോഴൊക്കെ നമ്മൾ ഭയങ്കര വിനയത്തോടെ നിൽക്കുമായിരുന്നു. ഇന്ന് പിള്ളേർ അങ്ങനെയല്ല, ഇച്ചിരി വയലന്റ് ആണ്. അപ്പൊ ഇന്നത്തെ കാലത്ത് ടീച്ചറിന് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഇല്ല. എന്റെ അടുത്തെന്ന് പറഞ്ഞ ഭയങ്കര സ്നേഹത്തിലെ പിള്ളേര്. പഠിച്ചിട്ടില്ലെങ്കിൽ അടിച്ചത്തോടെ ഞാൻ പൊട്ടിക്കും. ഉറപ്പാണ്? അടിച്ച് പൊട്ടിക്കും ഞാൻ. ഈ കുട്ടിക്ക് ഒരു 100 അടിയെങ്കിലും കൊടുക്കാൻ പറ്റും. അടി ഒന്നിന് 100 അടി ഞാൻ തരാം. 2 കുറവുണ്ട്. നമുക്ക് എല്ലാരും അടിക്കേണ്ട കാര്യമില്ല. കുറച്ച് സ്നേഹവും കരുതലും ഒക്കെ കൊടുത്താലും പിള്ളേരങ്ങ് പഠിച്ചു പോകും. തിളച്ച എണ്ണ കൈമുക്കണ പരിപാടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതും ഇല്ലേ? ഈ ചൂടുവെള്ളം ഒഴിക്കുന്നേ ഇത്തിരി എന്തെങ്കിലും ചെയ്യണം. ആ കുട്ടി അത്രയ്ക്ക് വികൃതിയാ. എന്തെങ്കിലും ചെയ്തേ പറ്റും ആ കുട്ടിയെ. നമുക്ക് നോക്കാം. കുട്ടി ഇവിടെ. കുട്ടി വരുന്ന കുട്ടി. ഒരു മിനിറ്റ്, ഇതല്ലേ കിച്ചുവിന്റെ കാണാതെ പോയ പാന്റ് ഷർട്ട്? പിന്നെ നിന്റെ എനിക്ക് പാകാവോ? എന്നെ മണ്ടറാതി പാകാവുന്നല്ലേ ഇടാൻ പറ്റുള്ളൂ. ഇതോ? ഈ കുട്ടിയാണ് കൃഷ്ണൻകുട്ടി, ഇവിടുത്തെ കുട്ടി. കുട്ടി പഠിപ്പിക്കാൻ വന്ന കുട്ടി എന്റെ അച്ഛൻ. മനസ്സിലായില്ലേ? എന്റെ അച്ഛനാണെന്ന് പഠിപ്പിക്കാൻ വന്നത്. അയ്യോ, നമ്മൾ ആരെയായാലും വിദ്യാഭ്യാസം എന്നുള്ള കാര്യത്തിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിന് പ്രായമൊന്നും ഒരു തടസ്സമേ അല്ല. അറിഞ്ഞൂടാത്തോണ്ട് പറയാം. ഉള്ള സ്നേഹം കളയരുതെന്ന് വിചാരിച്ച് പറയുന്നു. ട്രാൻസ്ഫോമറാണ് അടുത്ത് മടി വെക്കാൻ പോകുന്നത്. പപ്പം കൂടെയെങ്കിലും കിട്ടിയാ കിട്ടി. അത്രയ്ക്ക് ഷോക്കായി നിൽക്കുന്ന സാധനം. മൂത്തോട് സംസാരിക്കാനടുത്ത് നിനക്ക് തന്നെ അച്ഛനൊന്നും നോക്കൂല. അല്ല, അത്രയ്ക്ക് ചൂടാവേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ അമ്മയില്ലാതെ വളർന്നതിന്റെ ഒരു കേടുണ്ടവന്. അതെല്ലേ? അത് പറഞ്ഞ് സെറ്റ് ചെയ്യാം. നമുക്ക് ഇന്ന് തന്നെ തുടങ്ങാം. ഇപ്പൊ തന്നെ തുടങ്ങാം. അയ്യോ അതെ, ഞാൻ പറഞ്ഞത് എനിക്ക് ഒരു കാര്യം ഞാൻ ചോദിച്ചാ എന്തെങ്കിലും തോന്നുവോ? എന്നെ കണ്ട എന്തെങ്കിലുമൊക്കെ തോന്നുന്ന ആളായിട്ട് തോന്നുവോ? അയ്യോ അതല്ല, പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാൻ എന്താ വിളിക്കണ്ടേന്നൊരു. എന്നെ പേര് വിളിച്ചാൽ മതി. നമ്മള് സമപ്രായക്കാരല്ലേ. കണ്ടോ, ഒരൊറ്റ മുടി പോലും നിറച്ചുള്ള. അതല്ല, ഇത്രയും വലിയൊരു മോനുള്ള ആളല്ലേ. ഞാൻ എങ്ങനെ കയറി എന്താ വിളിക്കുക? മോനോ? ഇവനാ ഈ ലോകം മൊത്തം അറിയാതെ രഹസ്യമായി വച്ചൊരു കാര്യമുണ്ട്. അത് ഞാനിപ്പോ കൊച്ചിനോട് പറയാൻ പോവാ. ഇരുചെവി അറിയരുത്, മറ്റൊരാൾ അറിയുകയും ചെയ്യരുത്. ഇല്ല, അവൻ എന്റെ മോനല്ല. അവനെ ഞാൻ എടുത്തു വളർത്തിയതാ. എന്തൊരു മനസ്സാ സാറിന്റെ അല്ലേ? നമുക്ക് എത്രയും പെട്ടെന്ന്. ഞാൻ 100 തവണ പറഞ്ഞിട്ടുണ്ട്, ഡൈ അടിച്ചു കഴിഞ്ഞാൽ ആ ബക്കറ്റിലെ വെള്ളം ആവശ്യമില്ലാതെ ആ ബക്കറ്റിൽ കൊണ്ടുവച്ചാൽ ബാക്കിയുള്ള ബാത്റൂമിൽ പോട്ടെ. ആരാ ഡൈ അടിച്ചേ? ഡൈ അടിച്ചേ നീയാണ്. ഇവനാണ് ഡൈ അടിച്ചേ. ഞാൻ ഡൈ അടിക്കാറില്ല. ഓ
ശരിയാട്ടോ അച്ഛൻ ഡൈ അടിക്കാറില്ല. കാര്യം ഓരോ മുടി വെച്ച് അടിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്. അതുകൊണ്ട് കലക്കിയിട്ട് ഇങ്ങനെ തല കുമ്പിട്ട് ഇങ്ങനെ വെച്ചേക്കും. 5 മിനിറ്റ് കഴിഞ്ഞേ എടുക്കുള്ളൂ. കാര്യം മറ്റേ മാസങ്ങൾ എടുക്കും. അതുകൊണ്ടാണ് കേട്ടോ, വേറെ തോന്നുന്നില്ല കേട്ടോ. കേട്ടോ ഞാനാണ് നിന്റെ തന്ത. അതുകൊണ്ട് നീയല്ല എന്റെ തന്ത എന്ന് നിന്നെ ഓർമ്മിപ്പിച്ചതാ. അല്ല, അതിന് നിങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല. ഒരു വിദ്യാഭ്യാസത്തിന്റെ കാര്യമല്ലേ. അദ്ദേഹം പഠിച്ചോട്ടെ. പ്രത്യേകിച്ച് ഇപ്പൊ പരീക്ഷയൊക്കെ അടുത്ത് വരും. അദ്ദേഹം പോയി എഴുതിക്കോട്ടെ. കുട്ടി അത്രയും കിടന്ന് ചൂടാവേണ്ട കാര്യമൊന്നുമില്ല. ഇനിയെങ്കിലും ആ സത്യം നിങ്ങൾ എന്തിനാ പറയരുത്? പറയരുത്. പറയണം. കാരണം നമ്മൾ പല സിനിമകളിലും എല്ലാ സത്യങ്ങളും ക്ലൈമാക്സിലേ അറിയത്തുള്ളൂ. ഇതിപ്പോ അറിയണം. കാരണം തിങ്ങി പൊട്ടി ഒരു ഹൃദയവുമായി ചതിക്കരുത്. അതെ, അദ്ദേഹം നിങ്ങളെ എടുത്തു വളർത്തിയതാ. ആ ഒരു സ്നേഹം, ആ ഒരു കരുതൽ നിങ്ങൾ തിരിച്ചു കാണിക്കണം. ആര് പറഞ്ഞങ്ങനെ? അദ്ദേഹം പറഞ്ഞു. കള്ള തന്തേ, ഒലിവിളപ്പുള്ള ഒരു പെണ്ണിനെ കണ്ടപ്പോ എന്നെ എടുത്തു വളർത്തിയതാക്കി. എടാ, അവള് പറഞ്ഞാൽ എന്താ തെറ്റ്? കുഞ്ഞുനാളിൽ അച്ഛന്മാരെ പിള്ളേരെ എടുത്തും കെടുത്തിയും നിർത്തിയും ഇരുത്തിയൊക്കെ തന്നെയാണ് വളർത്തുന്നത്. നിന്നെ എന്തോരം ഞാൻ എടുത്തുകൊണ്ട് നടന്നു. ആ കാര്യമല്ല അവള് പറഞ്ഞത്. ടീച്ചറെ, ഒരു കാര്യം ഞാൻ പറയാം. കുർള എക്സ്പ്രസ് ഒന്നുമല്ല, രാജധാനി അച്ഛന്റെ മുമ്പ് തോറ്റും മടങ്ങും. മനസ്സിലായില്ല? ഈ ട്രാക്ക് മാറുന്ന കാര്യത്തിലെ ജസ്റ്റ് മിസ്സിനല്ലേ മാറിപ്പോയത്. ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ കൈയോടെ പിടിച്ചേനെ. പ്രാക്കുളത്ത് നിന്ന് പ്രീതേനും പറഞ്ഞ ടീച്ചർ കഴിഞ്ഞ പോലെ അച്ഛനെ പഠിപ്പിക്കാൻ വന്നു. അവരോട് പറഞ്ഞെന്താണെന്നറിയാമോ? സെമിത്തേരി ബാക്കിൽ കിടന്ന് കരഞ്ഞ് എന്നെ പട്ടി കടിച്ച് സിറ്റൗട്ടിൽ കൊണ്ടിട്ട് ചരിച്ച് വളർത്തിയെന്ന അങ്ങനെ ഒരു കഥ പറഞ്ഞു. ജയിക്കാൻ ഈ പുള്ളി ഏതറ്റം വരെയും പോകും. അതായത് ഈ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ കുറെ സംഭവങ്ങളുണ്ട്. അതായത് മജ്ജ, മാംസം, എല്ല്, ഞരമ്പ്, അങ്ങനെ ദൈവം എല്ലാവരും സൃഷ്ടിച്ച് തീരുമ്പോൾ കുറച്ച് ഞരമ്പ് മിച്ചം വന്നു. ആ ഞരമ്പ് എല്ലാം കൂടെ നമ്മൾ പുതിയ വീട് വെച്ചതിന് ശേഷം നമ്മൾ ഈ ആവശ്യമില്ലാതെ വർക്ക് ഏരിയയിലോട്ട് ഒരു ബൾബ് പിടിച്ചിടൂലേ, അതുപോലെ കുറേ വയർ ഇങ്ങനെ മിച്ചം വന്ന സമയത്ത് ആ എല്ലാ ഞരമ്പെല്ലാം കൂടെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഉണ്ടാക്കി വിട്ട മുതലായി നിൽക്കുന്നത്. അതുകൊണ്ട് പുള്ളി എന്ത് വേണോ പറയും. അല്ല, ഒരു പഠന കാര്യത്തിന് വേണ്ടിട്ടല്ലയോ, എഴുതിക്കോട്ടെ. വേണ്ട, എനിക്കിത് കിട്ടണം. ഇപ്പൊ ഞാൻ ഞരമ്പായി. ഇവന്റെ അച്ഛൻ എന്റെ ഭാര്യ മരിച്ചതിന് ശേഷം ഇന്നേ വരെ ഒരു പെണ്ണിന്റെ മുഖത്തെ നോക്കിയിട്ടില്ല. ഇപ്പൊ ഞാൻ ഈ കാര്യത്തിന് ഇറങ്ങി തിരിച്ചത് എനിക്ക് വേണ്ടിയിട്ടല്ല മോനെ, നിനക്ക് വേണ്ടിയിട്ടാ. നിന്നെ നല്ലത് ചൊല്ലി തന്ന് നേർവഴിക്ക് നടത്താൻ ഒരു സ്റ്റെപ്പ് മോമിന്റെ കുറവ് നിനക്കുണ്ട്. അതൊക്കെ എനിക്കറിയാം. ഉമ്മല്ല വൈഫൈ കിടന്ന് വിളവുണ്ടാക്കുന്ന ഇവിടെ ആ ആവശ്യമില്ലാത്ത കാര്യങ്ങളോട് കാണിച്ചു വെച്ചോണ്ടല്ലോ. പഠിപ്പിക്കാൻ വേണ്ട ടീച്ചർ ഇറങ്ങും. അല്ല, അങ്ങനെ നമ്മൾ പഠിക്കാൻ വേണ്ടി വന്നാലും പഠിപ്പിച്ചേക്കാം. അങ്ങനെ പഠിക്കാനാണെങ്കിൽ ഇത്തവണ ഞാനും എഴുതും. അങ്ങനെ 10ാം ക്ലാസ് ഞാനും എഴുതും. നീ ഇവിടെ പഠിക്കില്ല, കേസ് നടക്കില്ല. നീ സ്വന്തം പഠിക്കണ്ടെന്ന് പറയുന്ന ലോകത്ത് ഏക തന്ത ഇങ്ങനെയായിരിക്കും. നീ ഇവിടെ കിടന്ന് എന്തൊക്കെ തുള്ളിയാണ് ശരി. ഞാനിവിടെ പഠിക്കും, 10ാം ക്ലാസ് എഴുതും. നീ പഠിക്കില്ല. ആ കൊച്ചോട് വന്നോട്ടെ. വേണ്ട ടീച്ചർ ഇറങ്ങും. അല്ല, അങ്ങനല്ല, നമ്മൾ ഇറങ്ങി മതി പഠിപ്പിച്ചാൽ മതി. ഇറങ്ങി പഠിപ്പിക്കാനാണല്ലോ. ഇതെന്റെ വീട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇവിടെ നടക്കുള്ളൂ. ഇവളെ ഇന്നും ഇറങ്ങണില്ല, ഒരു സ്ഥലത്തേക്ക് ഇറങ്ങണില്ല. ഇവള് ഇവിടെ തന്നെ നിൽക്കാൻ പോവാ. അപ്പൊ ഞാൻ എന്തോ ചെയ്യും? നീയാ? ഒരു കാര്യം ഞാൻ പറയാം. ഇത്രയും നാളും വേണ്ടാന്ന് വെച്ചുകൊണ്ടാ ഞാൻ നടന്നത്. ഇനി അത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. ഇവരെ തലേ കയറി നിന്ന് ഇറങ്ങി തുടങ്ങി. 3 വർഷം മുമ്പ് ഒരു വടക്കാഞ്ചേരിയിലെ പൂരം കാണാൻ പോയത് നിനക്ക് ഓർമ്മയുണ്ടോ? എനിക്കെങ്ങനെ ഓർമ്മയാണ്? രാത്രി മുറി കയറി കഥ വളർത്തിയാൽ രാവിലെ കിട്ടുന്ന വേറെ എവിടെന്നെങ്കിലും ആയിരിക്കും. ഇങ്ങനെ വടക്കാഞ്ചേരിയിലെ പൂരം കഴിഞ്ഞ് തിരിച്ചു വന്ന വഴി ഞാൻ റോഡ് സൈഡിൽ കിടന്ന് ഉറങ്ങിപ്പോയി. ഈ പൂരം കണ്ടു വന്ന ഇവള് എന്നെ കണ്ടു കഴിഞ്ഞപ്പോ ഏതോ പിള്ളേരുടെ കയ്യിൽ നിന്ന് പോയ മറ്റേ ചോട്ടാ ഭീമിന്റെ ബലൂടാന്നും പറഞ്ഞുകൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് രാവിലെ അമ്മ വന്നു കഴിഞ്ഞപ്പോ ഇതെന്നാടി ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് കാറ്റ് പോയ ചോട്ടാ ഭീമാന്ന് പറഞ്ഞു. വേഗം അമ്മയും മോളുകളെ കൂടി സൈക്കിൾ പമ്പ് വെച്ച് കാറ്റടിച്ച് കയറ്റാൻ നോക്കിയപ്പോ നിന്റെ അച്ഛൻ ചാരി എണീറ്റ്. അല്ലെങ്കിൽ ഞാനിവിടെ വീർത്ത് പെരുത്ത് പറന്ന് നടന്നേനെ. നിനക്കറിയാമോ, ഇപ്പൊ വടക്കാഞ്ചേരിയിൽ ഒരു കുഞ്ഞ് ചോട്ടാ ഭീം തുള്ളിക്കളിച്ച് കിടപ്പുണ്ട്. നിന്റെ അനിയൻ അല്ലെന്ന്, നിന്റെ സ്റ്റെപ്പ്. അപ്പൊ അതുകൊണ്ട് മോൻ ഞങ്ങള് രണ്ടുപേരെ അനുഗ്രഹിച്ച് വീട്ടിലേക്ക് കയറ്റണം. ഞാൻ കല്യാണം കഴിഞ്ഞൊരു പെണ്ണുമായിട്ട് വന്ന് എന്റെ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിക്കണമെന്നായിരുന്നു ആഗ്രഹം. ഇപ്പൊ വൈതാങ്കാലത്ത് കെട്ടിയ സ്ഥിതിക്ക് കയറി ചെല്ലി, രണ്ടും കൂടെ കയറി ചെല്ലി പോ. പിന്നെ ബാക്കിയുള്ള നാട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് സമാധാനം ഉണ്ടാവുമല്ലോ. വന്ന് കയറിയതല്ലേ ഉള്ളൂ, എല്ലാം വഴിയെ മനസ്സിലാവും. ചെല്ലി. അങ്ങനെയൊന്നും പറയൊന്നും വേണ്ട, അങ്ങനെയൊന്നും പറയണ്ട. പണ്ടത്തെ ആളൊന്നുമല്ല. ഇതോടുകൂടി ഞാൻ മൊത്തത്തിലും മാറി. അച്ഛാ, എന്തോ അണ്ണാ മൂത്താലും മരങ്ങേറ്റം മറക്കും അച്ഛാ. അതന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു ടോക്ക്. ഇത്രയും പ്രഷർ അടിച്ചിട്ട് ഇടയ്ക്ക് ഒരു ഓൾഡ് അടിക്കുന്നത് നല്ലതല്ലേ?
അപ്പൊ ഈ തവണ 10ാം ക്ലാസ് പാസ്സായോ ഇല്ലയോ എന്ന് നമുക്കറിയാം. നേരെ നമ്മുടെ കാര്യക്കാരിലേക്ക് പോവാം. ബിജുക്കുട്ടൻ ചേട്ടാ, ഈ 10ാം ക്ലാസ് പാസ്സാവണമെങ്കിൽ ഹൈ മാർക്കിൽ നമുക്ക് പാസ്സാവാം, ലോയിലും പാസ്സാവാം അല്ലേ? എനിക്ക് തോന്നുന്നു ഇവരൊക്കെ എപ്പോഴും നല്ല മാർക്കോടുകൂടി പാസ്സാവുന്ന ആൾക്കാരാണ്. പക്ഷെ ഇപ്പൊ ഈ ശതമാനം എനിക്ക് തോന്നുന്നു അങ്ങനെ മാറ്റിയൊക്കെ നോക്കുമ്പോൾ കുറച്ച് വിജയ ശതമാനമൊക്കെ കുറയ്ക്കുകയൊക്കെ ചെയ്യില്ലേ, കൂട്ടൊക്കെ ചെയ്യില്ലേ? അപ്പൊ കുറവിൽ പെട്ടുപോയി തോന്നുന്നു. ഇപ്പൊ കളിയൊക്കെ നല്ല നല്ല കളിയായിരുന്നു. 3 പേരും നന്നായിട്ട് തകർത്ത് അഭിനയിച്ച്. പക്ഷെ തമാശകളിലെ കുറവ് കുറച്ചുണ്ടായിരുന്നു. കാരണം നിങ്ങൾ 3 പേരും വന്ന് നിൽക്കുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ, ആ പ്രതീക്ഷക്കത്തുള്ള ഒരു വളർച്ച നമ്മൾക്ക് സ്കിറ്റിൽ കാണാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ 3 പേർക്കും എനിക്ക് അവിടെ ഇവിടെയൊക്കെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലുള്ള ഇതായിപ്പോയി. കാരണം സൂര്യശ്രീക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഒരു ടേക്ക് ഓഫ് പിന്നെ കാണാൻ പറ്റിയെന്ന് ഞങ്ങൾ വിചാരിച്ചത് 2ാമത്തെ പ്രദീപിൻ്റെ എൻട്രിയാണ്. അതിനകത്ത് ഞാൻ കരുതിയ ഒരു ടീച്ചർ അല്ലെങ്കിൽ മറ്റേ സ്റ്റുഡൻറ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ ട്യൂഷൻ ക്ലാസ്സൊക്കെ പോലെ. പക്ഷേ അതിനകത്തും എനിക്ക് തോന്നി കൗണ്ടറുകളുടെ കുറേ കുറവുകൾ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ക്ലൈമാക്സ് വന്നപ്പോഴും ഒരിത്തിരി പതിഞ്ഞ മട്ടായി പോയി. അപ്പം ഇനിയിപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊന്നും വേറെ വേവലാതിപ്പെടൊന്നും വേണ്ട. അടുത്ത പ്രാവശ്യം ഗംഭീരമാക്കിയാൽ മതി. ഓക്കെ, അടിപൊളി, സൂപ്പർ. ഓക്കെ, താങ്ക് യു ബിജുക്കുട്ടൻ ചേട്ടാ. ഇക്ക, ഈ എക്സാം അങ്ങനെ അങ്ങ് പോട്ടെ അല്ലേ? ശരിക്കും എഴുതാൻ പറ്റിയില്ല. അടുത്ത തവണ എഴുതിക്കോളാം. സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്തതിൽ എന്തോ ഒരു അതാ. അപ്പോൾ അതൊക്കെ തമാശയുടെ കുറവേ ഉള്ളൂ കേട്ടോ. വേറെ നിങ്ങളുടെ അവതരണത്തിലോ അഭിനയത്തിലോ ഒന്നും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. തമാശ നമുക്ക് വേണ്ട സാധനങ്ങൾ കുറഞ്ഞു പോയി, അത്ര മാത്രമേ ഉള്ളൂ. അടുത്ത പ്രാവശ്യം അത് സൂക്ഷിച്ച് നമ്മൾ മേളിൽ കയറി അങ്ങ് പോകാം. ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഇക്ക. പ്രചോദേട്ടാ. പ്രചോദവേ, ശ്രീജു, സൂര്യശ്രീ, സാധാരണ നിങ്ങൾ കളിക്കുന്നൊരു എനർജി, നിങ്ങൾ വന്ന് നിൽക്കുമ്പോൾ നമ്മളൊരു എനർജി സ്കിറ്റാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നിങ്ങൾ 3 പേരും അങ്ങനെ നിന്ന് കളിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു ലെവൽ പ്രതീക്ഷിച്ചിട്ടാണെന്ന് തോന്നുന്നു ഇതിനകത്ത് നമുക്ക് അങ്ങനെ ഒരു സാധനം കിട്ടിയില്ല. അത് നിങ്ങൾ തുടങ്ങി അതിനുശേഷം സൂര്യശ്രീ വന്നതിന് ശേഷം ഞാൻ വിചാരിച്ചു ക്ലാസ് റൂമിനകത്ത് എന്തെങ്കിലും പരിപാടി. കാര്യം പ്രതിപിന് ആ എൻട്രി വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ബിജുക്കുട്ടൻ പറഞ്ഞ പോലെ ഇനി ഒരു സാധനം ഇവിടുന്ന് പറക്കും എന്ന് വിചാരിച്ചു. പക്ഷേ അത് കഴിഞ്ഞിട്ടൊരു ഡിബേറ്റ്, ഒരു കഥ നമുക്കങ്ങോട്ട് കാണുമ്പം അതിനകത്തൊരു ഹ്യൂമർ വർക്ക് ചെയ്യാതെ പോലെ തോന്നി. പക്ഷെ ഇതെല്ലാം അടുത്തതിൽ നമുക്ക് മേക്ക് ഓവർ ചെയ്യണം. കാര്യം 3 പേരും കിടിലൻ ആർട്ടിസ്റ്റുകളാണ്. ഒരുപാട് പേര് നിങ്ങളൊന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പം നമ്മളിവിടെ നിന്ന് ഹാപ്പി ആയിട്ട് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ അതുപോലെ നല്ല കിടിലൻ സ്കിറ്റുകൾ തരുമ്പോൾ നമുക്കും സന്തോഷമാണ്. അടുത്ത പ്രാവശ്യം പൊളിക്കണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ നമുക്കിനി നേരെ റിസൾട്ട്സ് അറിയാമല്ലേ? ഓക്കെ, സ്റ്റാർട്ടിങ് വിത്ത് ബിജുക്കുട്ടൻ ചേട്ടൻ. ഞാനൊരു 6000 രൂപ കൊടുക്കാം. 6000 രൂപ. പ്രചോദേട്ടാ? ഞാനും ഒരു 6000 രൂപ. ഓക്കെ, 12000 രൂപ ഇപ്പൊ മൊത്തത്തിലായിട്ടുണ്ട്. ഇനി ഇക്കയാണ് ഹൈഡ്. ബാക്കി ഇതാ 25,000 രൂപയാണ് ലഭിച്ചിരിക്കുന്നത്. സാരില്ല, നിങ്ങൾ ഒരുപാടധികം പഞ്ചസ് നേടിയിട്ടുള്ള ഒരു ടീമാണ്. അപ്പം വൺസ് അഗൈൻ ഓൾ ദ ബെസ്റ്റ് ചേട്ടാ. നമുക്കിനി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനി നമുക്ക് അടുത്തതായിട്ടൊരു സ്പെഷ്യൽ പെർഫോമൻസിനുള്ള സമയമാണ്. കാര്യക്കാരെ ഞാൻ അദ്ദേഹത്തെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം പ്രജിത് കുഞ്ഞിമംഗലം. ഹലോ ചേട്ടാ, നമസ്കാരം. നമസ്കാരം. കുഞ്ഞിമംഗലം എന്ന് പറയുന്നത് സ്ഥലപ്പേരാണ് അല്ലേ? അതെ, പയ്യന്നൂർ കോളേജിന്റെ തൊട്ടടുത്തുള്ള കുഞ്ഞിമംഗലം എന്ന സ്ഥലം. പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ നടക്കാറുണ്ടോ? പലപ്പോഴും നടന്നിട്ടൊക്കെ. നമസ്കാരം. നമസ്കാരം ചേട്ടാ. കുറെ നാളായി കണ്ടിട്ട്. പ്രോഗ്രാംസ് തിരക്കാണ്. ഇപ്പൊ സീസൺ സമയമാണല്ലോ. കൂടുതലും ആങ്കറിങ്ങും മിമിക്രി, സ്പോട്ട് ഡബിംഗ് ഒക്കെ ആയിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ചു പോകുന്നു. ആങ്കറാണ്. പ്രചോദേട്ടന്റെ ഒരുപാട് പരിപാടിക്ക് ഞാനായിരുന്നു ആങ്കർ. ബിജുക്കുട്ടൻ ചേട്ടൻ്റെയും ഞങ്ങൾക്കും പരിപാടി വന്നിട്ടുണ്ടല്ലേ? പ്രജിന്റെ പരിപാടിക്ക് പോയ ഗുണം വെച്ചാൽ നമ്മൾ വേറെ ടെൻഷൻ ഒന്നും അടിക്കണ്ട. ടെൻഷൻ തരാത്ത ഒരാളാണ്. പ്രോഗ്രാം സ്ഥലത്ത് നമ്മൾ സമയത്ത് ചെന്നാൽ മതി. പ്രോഗ്രാം നന്നായിട്ട് അവതരിപ്പിച്ച് പോരുക. ലിസ്റ്റും എല്ലാം ഉൾപ്പെടെ റെഡി ആയിരിക്കും. പരിപാടി ഗംഭീരമാണ്. അപ്പം വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് അമ്മ, അനിയന്മാര്, ഭാര്യ, 2 പെൺകുട്ടികൾ. ഓ, മക്കളുടെ പേര്? മക്കള് അവനിക, അനശ്ചിത. വൈഫിൻ്റെയോ? വൈഷ്ണ. അപ്പം ഇന്ന് എന്താണ് നമുക്ക് വേണ്ടിയിട്ട്? ഇന്ന് ഞാൻ ഇവിടെ എത്തിയ സമയത്താണ് അറിഞ്ഞത് ഐറ്റം വേറെയൊക്കെ സംസ്ഥാന അവാർഡ് ലഭിച്ച ആ ഒരു സന്തോഷം വരും. അപ്പോൾ പെട്ടെന്ന് ഒന്ന്, സാധാരണ നമ്മളൊന്ന് പ്ലാൻ ചെയ്തിട്ടൊക്കെയാണ് വരാറ്. ഇതൊരു പ്ലാനിങ്ങും ഇല്ലാണ്ട് ജസ്റ്റ് ഇങ്ങനെ എൻട്രി ചെയ്തതാണ്. അത് കുഴപ്പമില്ല, പ്രയത്തല്ലേ നമുക്കറിയാം. നമ്മുടെ ഈ ഐറ്റം വേറയിൽ നമ്മുടെ ജയറാമേട്ടൻ വരികയാണ്. അങ്ങനെ ഓരോ താരങ്ങൾ ഇങ്ങനെ വരുന്നു. ഓക്കെ, അയ്യോ, എല്ലാവർക്കും നമസ്കാരം. എന്താ പറയുക, ഇത് ഐറ്റം വേറെ എന്ന ഒരു പ്രോഗ്രാമിൽ എത്താൻ സാധിച്ചു. 500 എപ്പിസോഡ് പിന്നിട്ടു. 500 എപ്പിസോഡ് കഴിഞ്ഞ് ഇന്ന് കേരള സംസ്ഥാന അവാർഡ് വരെ ലഭിച്ചു. അതിയായ സന്തോഷം.
കാരണം ഞാൻ ഒരുപാട് പ്രോഗ്രാമുകൾ പോകുമ്പോൾ അവിടെ എന്തിരുന്നാലും പ്രചോദനമൊക്കെ അറിയാം, 1-2 ഐറ്റംസ് ചെയ്യാതെ ഞാൻ വരാറില്ല അല്ലേ. എന്താ പറയുക, ഇനിയും 500-ഉം 600-ഉം 1000-ഒക്കെ ആയിട്ട് അങ്ങനെ ഈ ഒരു ആനച്ചന്തം പോലെ ഈ ഒരു ഐറ്റം വേറെ ഒരു വൈബായി നല്ല മേളപ്പെരുക്കം പോലെ അടിച്ച് പൊളിച്ച് അങ്ങ് പോകാലോ. സംസാരിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. അല്ലാതെ തന്നെ പ്രജിത്ത് സംസാരിക്കുമ്പോ ടോൺ ഉള്ളിൽ കിടപ്പുണ്ട് ജയറാം ചേട്ടൻ്റെ. അത് പലരും പറയാറുണ്ട്. ശരിയാട്ടോ ചേട്ടാ. ഇന്ന് ജഡ്ജ് ചെയ്യുന്ന മീനാക്ഷിയാണ്. കാര്യം മീനാക്ഷിയാണ് എല്ലാ സ്റ്റാറും ആദ്യമായിട്ട് കേൾക്കുന്നത് അല്ലേ. ഞാൻ ഫസ്റ്റ് ടൈം ഏകദേശം ഒരു 10 വർഷമായി ഞാൻ ഇവിടെ ഉള്ളത്. അതെ, ഫ്ലവേഴ്സിലെ ഒരുപാട് എപ്പിസോഡ് ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഇനി എൻ്റെ ഒരു മാസ്റ്റർ പീസായ നമ്മുടെ തിലകൻ സാറ് ആണ് ജഡ്ജിങ് പാനലിൽ ഇരിക്കുന്ന. ഓരോ സുലൈമാനിലും ഒരിത്തിരി മൊഹബത്ത് വേണം എന്ന് പറയുന്ന പോലെ ഓരോ സ്കിറ്റിലും മനോഹരമായ കൗണ്ടറുകളാണ് വരുന്നത്. സ്കിറ്റ് കളിക്കാൻ ആരെ കൊണ്ടും പറ്റും, പക്ഷേ അതിൻ്റെ ടൈമിങ് കളിക്കാൻ അത് നല്ലൊരു കലാകാരന് മാത്രമേ സാധിക്കൂ. ഇവർക്കതിന് സാധിക്കുന്നുണ്ട്. 500 അല്ല 5000 എപ്പിസോഡുകൾ പോവും. ഇത് ഞാനാ പറയുന്നത്. ഇനി ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ, സംസ്ഥാന അവാർഡ് വാരിക്കൂട്ടട്ടെ, എല്ലാവർക്കും നല്ലത് വരും. ചേട്ടാ എനിക്ക് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇപ്പൊ നമ്മള് ഉസ്താദ് ഹോട്ടലിലെ ആ ഡയലോഗ് ജഡ്ജ്മെന്റ് രീതിയിലാണല്ലോ കേട്ടത്. ഇനി ആ ഡയലോഗ് അതേപോലെ നമുക്ക് വേണ്ടിട്ട് ഒന്ന് പറഞ്ഞുതരാമോ? അത് പറയാം. തിലകൻ സാർ വരുമ്പോ DQയും കൂടെ വേണം, എന്നാലേ ഒരു കോമ്പിനേഷൻ കിട്ടും. ഇപ്പൊ എപ്പോഴും പറയാറില്ലേ പഴയതുപോലെ എല്ലാം വിട്ടത് ഒരേത്തിലേക്ക് വേണം, എല്ലാം തിരക്കണ്ടേ കറിയിലൊക്കെ ഹോട്ടലെടുക്കാണ്ട് അതിനൊക്കെ പറ്റുമോ? എനിക്ക് കഴിയുന്ന പോലെ ചെയ്യുന്നുണ്ട്. ഏത് വേണം ഒറ്റക്ക് തൊയ്ഞ്ഞാ തോന്നതേരം പോവില്ല. കൂടെ തൊയ്യാൻ ആളുണ്ടെങ്കിൽ അങ്ങനെയല്ല. നിങ്ങൾക്കൊന്നൊരു കമ്മിറ്റ്മെന്റ് വേറെ ആർക്കും ഹോട്ടലിനോട് ഉണ്ടാവില്ല എൻ്റെ ഉപ്പ. അതുകൊണ്ട് തന്നെ നിങ്ങളായി തുടങ്ങിയേ നിങ്ങളെങ്ങനെ തീർക്കുന്നതല്ല. കിസ്മത്തൊന്നൊന്നുണ്ട് ഫൈസ, ആർക്കും എടുക്കാൻ കഴിയില്ല. നമുക്ക് നോക്കാം മോനെ ഫൈസി. ഓരോ സുലൈമാനിയിലും ഒരിത്തിരി മുഹബത്ത് വേണം. അത് കുടിക്കുമ്പോ ലോകം ഇങ്ങനെ പതുക്കെ ഈ ഐറ്റം വേറെയിൽ വന്ന് നിൽക്കണം. ഇത് രണ്ടും ഒരാളിൽ നിന്ന് ഇങ്ങനെ സ്വിച്ച് ചെയ്ത് വരുന്നതേ അടുത്ത് നിന്ന് കേൾക്കുമ്പോ വേറെ ഫീൽ തന്നെ. അടിപൊളി. ഇനി നമ്മുടെ രാഷ്ട്രീയ നേതാക്കളാണ്. ഉമ്മൻചാണ്ടി സാറുണ്ട്, പിണറായി സാറുണ്ട്, മോദിജി. അതായത് ഫ്ലവേഴ്സിൻ്റെ ഐറ്റം വേറെ എന്ന ഒരു പ്രോഗ്രാം 500 എപ്പിസോഡ് തികഞ്ഞു. കേരള സംസ്ഥാന അവാർഡ് നേടിയെടുത്തു. എനിക്ക് മിമിക്രിക്കാരെ ഒരുപാട് ഇഷ്ടമാണ്. പ്രചോദൊക്കെ എന്നെ നന്നായി അനുകരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അതിവേഗം ബഹുദൂരം ഇനിയും ഐറ്റം വേറെ വൈബിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. വളരെ നന്നായിരുന്നു. താങ്ക് യു. അപ്പോൾ നമ്മുടെ പിണറായി സാർ വരെയാണ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇത് ഐറ്റം വേറെ എന്ന പ്രോഗ്രാം 500 എപ്പിസോഡുകൾ തികഞ്ഞിരിക്കുകയാണ്. 500 അല്ല 10,000 എപ്പിസോഡുകൾ തികയാനുള്ള കഴിവുള്ള കലാകാരന്മാരാണ് ഇവിടെ നിൽക്കുന്നുള്ള കാര്യം. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഇനിയും ഒരുപാട് ആർട്ടിസ്റ്റുകളെ ഇവിടെ എത്തിക്കുകയാണ്. ഈ ഒരു ധന്യമായ സമയത്ത് നമ്മുടെ കൂടെ എത്തിയിരിക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ മോദിജിയാണ്. മോദിജിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. मेरे प्यारे देशवासियों, मेरे प्यारे पिनराई, बहुत अच्छा खुशी हो गया. फ्लवर्स का 500 एपिसोड चला गया. बहुत बड़े कॉमेडी कलाकार यहाँ पर आ गया था. उन लोगों को मेरे मुबारक. मेरे प्यारे बिजू कुठान, मेरे साथियों कलाम प्रजाम, मेरा प्यारे संग्राम नजीर, सबको नमस्कार. നമുക്ക് ഒരു പാട്ട് പാടിയാലോ? തീർച്ചയായും മോദിജി, ഒരു പാട്ട് നമുക്ക് പാടാം. നാടിൻ നന്മകളെ പൊന്മകനെ മുത്തായവനെ മിന്നും സൂര്യനും ചന്ദ്രനും
ഒന്നായവനെ കാലം കാത്തുവച്ച രക്ഷകന് സംഹാരകന് നമുക്ക് അണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോവും. മുന്നിൽ വന്നാൽ കുമ്മിട്ട് നിൽക്ക്. ഇരുട്ടിൽ സിറ്റി വാഴും രാജാവെല്ലാം എല്ലാരും ചൊല്ല്. ഇവനെ തൊഴുവാനായി എന്നും ജനത്തിരക്ക കലന്നെടുത്തു വെച്ചാൽ ചെറുക്കം പോലും അണ്ടർ വേർഡ്. എന്നാ പിന്നെ കടക്ക് പുറത്ത്. എനിക്ക് ഇപ്പം മനസ്സിലായി പ്രജോദേട്ടൻ നേരത്തെ പറഞ്ഞത്. പ്രജിത്തേട്ടൻ ഉണ്ടെങ്കിൽ പിന്നെ ഒരു ടെൻഷനും വേണ്ട. ഐറ്റം വേറെയുടെ വേദിയിൽ വന്നിട്ട് വെറൈറ്റി ഐറ്റംസ് ആയിരുന്നു മൊത്തം ചെയ്തത്. കിട്ടണം ചേട്ടാ, കിട്ടണം. ഇനി അടുത്തത് ആരാണ്? ഇനി നമുക്ക് സിനിമ ഡയലോഗിലേക്ക് പോവാം. നമ്മുടെ മലയാള സിനിമയുടെ സകലകലാ വല്ലഭനാണ് ശ്രീ നെടുമുടി വേണു സാറ്. എന്നെ കൊണ്ട് ആ ചെറ്റയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യിച്ചില്ലേ ഇനി കുടിക്കാൻ പാടില്ലെന്ന്. ഞാൻ കുടിച്ചാൽ അവന്റെ തലയിൽ ഇടുത്തി വീഴുമെന്ന് പെങ്ങള് പറഞ്ഞില്ലേ? അതൊന്ന് വീഴാൻ വേണ്ടി തന്നെയാ കുടിച്ചേ. വേണ്ട, എല്ലാവരും ചേർന്നുള്ള കളിയായിരുന്നില്ലേ? ഞാനൊരു വിഡി, എന്നെ ഒരു കോമാളി വേഷം കെട്ടിച്ചു കൂത്താടിച്ചു. എന്നിട്ട് ആരും അറിയാതെ പെങ്ങളും അവരൊപ്പം പോയി ചിരിച്ചില്ലേ? എനിക്കൊരു ഒന്നേ പറയാനുള്ളൂ, ഇനി ഞാനും മാണിക്കനും ഈ കൂരയുടെ കീഴിൽ വേണ്ട. പ്രജിത്ത് ക്യാപ്റ്റൻ അതിന്റെ വോയിസ് ഒന്ന് ചെയ്യാമോ? ഒരു പക്ഷെ ഒരു ഭാഗ്യമായിരിക്കും അദ്ദേഹത്തിന്റെ അവസാനകാല ചിത്രത്തിൽ അദ്ദേഹത്തിന് ശബ്ദം കൊടുക്കാൻ ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വല്യേട്ടൻ എന്ന ചിത്രത്തിലെ ആ ഒരു ഡയലോഗ്. മാധവനുണ്ണി, എടോ തനിക്കും തൻ്റെ അനിയന്മാർക്കും വേണ്ടി ഞാനൊരു ഗ്ലോറിഫൈസ് കൗണ്ട് എന്ന് വായിലിരിക്കുന്ന മുഴുവൻ കേട്ടിട്ട് വരികയാണ്. കേൾക്കാതിരിക്കാൻ കഴിയില്ല. എൻ്റെ സുപ്പീരിയസും നാട് ഭരിക്കുന്ന മന്ത്രിയും ചുറ്റിലുണ്ട്. മമ്പരം ബാബിയുടെ ഡിക്ഷണറിയിലെ ആ സുബവാക്യങ്ങൾ തീർന്നാൽ ഓർമ്മപ്പെടുത്താൻ ഇനി എന്നും ഇലിയാസ് മാധവനുണ്ണിയുടെ കൂടെ ഉണ്ടാവും. ഒപ്പം നമ്മുടെ ന്യൂ ജനറേഷൻ സിനിമകളിലൊക്കെ നമ്മൾ കാണാവുന്ന ഒരു പൗരുഷമുള്ള കഥാപാത്രങ്ങൾ നൽകുന്ന ജിനു ജോസഫ്, അദ്ദേഹത്തിന് 5-ാം പാതിര എന്ന ചിത്രത്തിലെ ഒരു ഡയലോഗ്. അൻവർ DYSP അബ്രഹാം കോശി റിട്ടയർഡ് ആകാൻ 2-3 മാസങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ക്ലബ്ബിൽ നിന്ന് റമ്മി കഴിഞ്ഞ് വീട്ടിൽ എത്താൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഭാര്യ നേരത്തെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിച്ച് കിടന്നു. അൻവർ, എന്നാ പിന്നെ ഞാൻ വരട്ടെ. എല്ലാം നല്ല വെറൈറ്റി ചോയ്സസ് ആയിരുന്നു അല്ലേ? നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതാണ്, ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് എക്സ്പീരിയൻസ്, ബെസ്റ്റ് എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ നമുക്ക് ഇനി മെയിൻലി നമ്മുടെ കാര്യക്കാരോട് ചോദിക്കാം. അല്ല, ഞാൻ ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമാണ് പ്രജിത്തിന്റെ ശബ്ദങ്ങളെല്ലാം കേൾക്കുന്നത്. ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. പഠിച്ചു വെച്ചിരിക്കുന്ന കുറെ സാധനങ്ങളുണ്ടല്ലോ, അതാണ് പല രീതിയിൽ പ്രസന്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ വന്ന് ഇപ്പം നമുക്ക് അവാർഡ് കിട്ടിയത് 500 എപ്പിസോഡ് കഴിഞ്ഞതും ഒക്കെ പറയുമ്പോൾ അത് പ്രത്യേകിച്ച് ഇത്രയും കഴിവുള്ള ഒരു ആർട്ടിസ്റ്റിനെ നടക്കുകയുള്ളൂ. ഗംഭീരമായിട്ടുണ്ട്, അടിപൊളി. അല്ല, തീർച്ചയായിട്ടും. കാര്യം നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ ഒരു കുടുംബത്തിലെ ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ്. പിന്നെ അതിലേറെ നമുക്കൊരു വേദിയിൽ നിന്ന് പെർഫോം ചെയ്യുമ്പോൾ കയ്യടി കിട്ടുക എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് എന്ന് വെച്ചാൽ വളരെ നോട്ടബിൾ സാധനമാണ്. അത് കിട്ടിയിരിക്കണം. അതായത് അത്രമാത്രം പെർഫെക്ഷൻ ഉണ്ടെങ്കിൽ. അപ്പം നമുക്കറിയാം പ്രജിത്തിൻ്റെ വേദിയിലൂടെ നമ്മൾ പല പല വേദികൾ ഷെയർ ചെയ്യുന്ന ആ വേദിയിൽ കിട്ടുന്നൊരു കയ്യടിയുണ്ട്. ഇപ്പം ഞാൻ ഫസ്റ്റ് പറഞ്ഞ മീനാക്ഷി ആണ് ഇത് കേൾക്കാത്തത്. മീനാക്ഷി ജഡ്ജ്മെൻറ്റ്, മീനാക്ഷിക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായി. വാവടിച്ചു പോയില്ലേ? കാര്യം നമുക്കറിയാം വേദിയിൽ ഇപ്പോൾ തിലകഞ്ചേട്ടൻ്റെയും ദുൽഖറിൻ്റെയും ആ കോമ്പിനേഷൻ സീനൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു കയ്യടി അറിയാം. ആ പെർഫെക്ഷൻ അന്നും എന്നും പ്രജിത്ത് നിലനിർത്തി പോകുന്നുണ്ട്. അതൊരു ആർട്ടിസ്റ്റിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റാണ്, ഒരു ഹാർഡ് വർക്കാണ്. ഇനിയും അതുപോലെ ഒരുപാട് വേദികൾ കിട്ടട്ടെ, ഒരുപാട് ഫേമസ് ആകട്ടെ. ഐറ്റം വേറയിൽ ഇനിയും ഇടയ്ക്ക് വരിക. ഓൾ ദി ബെസ്റ്റ്, അടിപൊളിയാവട്ടെ. പ്രജിത്ത് ഒരു രക്ഷയില്ല കേട്ടോ. ഉഗ്ര സംഭവമായിരുന്നു. കാരണം കലയാണ് നമ്മുടെ മനസ്സിലുള്ളത്, അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് തേച്ച് മിനുക്കുമ്പോഴാണ് സ്വർണത്തിന് നല്ല പകിട്ടുണ്ടാവണത്. അപ്പോൾ അത് നമ്മളെപ്പോഴും പോളിഷ് ചെയ്തുകൊണ്ടിരിക്കണം. ആ പോളിഷിങ് ശരിക്കും പ്രജിത്ത് നടത്താറുള്ളതാണ്. അപ്പോൾ അതുപോലെ നമുക്ക് കേട്ടവർക്ക് വീണ്ടും വീണ്ടും ആസ്വദിക്കാൻ പറ്റും. അതാണ് ആ തേച്ച് മിനുക്കൽ കൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ മോദിജിയുടെ ഒക്കെ കേട്ട് വണ്ടടിച്ചു പോയിട്ടോ. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. പിണറായി സാറും മോദിജിയും കൂടി തമ്മിലുള്ള പാട്ട് അതെങ്ങനെ നമുക്ക് ഡയലോഗാണെങ്കിൽ പിന്നെയും നമുക്കത് പറയാം. ഇത് സോങ് കൂടിയാണ്, ഒരു അക്ഷരത്തിന് പോലും വ്യത്യാസമില്ലാതെ. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒക്കെ എന്ത് രസമാണ് ആ ബ്രീത്തൊക്കെ എടുക്കുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. അത് ഗംഭീരമായിരുന്നു. ഞാൻ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചത് എനിക്ക് ആ പാട്ട് കേട്ടിട്ടാണ്. പ്രൈം മിനിസ്റ്റർ ഞാൻ ഈ മോദിജിയുടെ ഞാൻ പ്രയത്നം ചെയ്യുന്ന കണ്ടിട്ടില്ല കേട്ടോ. സത്യമാണ്, ഞാൻ അത് അടിപൊളിയായിരുന്നു. അല്ല നമ്മൾ നേരത്തെ പലരെയും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും പെർഫെക്ഷൻ നമ്മളെ ബിജുക്കുട്ടാന്നും പ്രചോദനൊക്കെ അദ്ദേഹം വിളിക്കുമ്പോ അതേപോലെ തോന്നണം നമ്മള്. അത് ഭയങ്കര സംഭവം ഉണ്ട്. അത് ഭയങ്കര വെറൈറ്റി, അടിപൊളി.
അതെ അതെ, മോദിജി മലയാളം പാട്ട് പാടി ഇതേപോലെ ഉണ്ടാകും എന്ന് ഇന്ന് കേട്ടപ്പോ നമുക്ക് തോന്നി. എന്തായാലും ഒരുപാട് സന്തോഷം ചേട്ടാ, ഇവിടെ വന്ന് കുറെ വെറൈറ്റി ഐറ്റംസ് നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ചു. നമ്മുടെ ഓഡിയൻസ് നിങ്ങൾ ഹാപ്പി അല്ലേ? പ്രജിത്തേട്ടാ, ഒരുപാട് സന്തോഷം വന്നതിലും പെർഫോമൻസ് കാഴ്ചവെച്ചതിലും. ഇനി ഒരുപാട് വേദികൾ കീഴടക്കാൻ സാധിക്കട്ടെ. ഇനിയും വരണം നമ്മുടെ ഫ്ലോറിൽ കേട്ടോ. തീർച്ചയായും ഇനി കുറച്ച് നാൾ കഴിഞ്ഞ് വേറൊരു ഐറ്റം ആയിട്ട് ഞാൻ വീണ്ടും വരും. തീർച്ചയായും ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് കാത്തിരിക്കും നമ്മൾ. അപ്പൊ Thank you. നന്ദി, നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇതാ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ചിരിച്ചില്ലേ എല്ലാരും? കാര്യക്കാരെ നിങ്ങൾ എൻജോയ് ചെയ്തില്ലേ? അപ്പൊ ഡബിൾ ചിരിയുമായി ട്രിപ്പിൾ ചിരിയുമായി നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാം. Till then, tata, love you, good night, bye. Flowers Comedy.